നമുക്ക് ഏകദേശം 34 ആൾക്കാരെ അല്ലെ. ഓക്കെ. അപ്പൊ ഞാന് ഹലോ എവ്രി വൺ, വെൽക്കം ടു ദ ഫസ്റ്റ് സെഷൻ ഓഫ് ഓറിയന്റേഷൻ. അപ്പോ എന്നെ ഇതിൽ മിക്കവർക്കും എന്നെ പരിചയം ഉണ്ടാവും. ഞാന് എന്റെ പേര് ഹന. ഞാൻ ലേൺ വൈസിലെ സൈക്കോളജി മെന്റർ ആണ്. ഞാൻ BA ആൻഡ് MA ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോ എന്റെ പല മെന്റേഴ്സിന്റെ സ്റ്റുഡൻസ് ഉണ്ടാകും ഐ ഗസ്. അപ്പോ എന്താണ്, എല്ലാരെയും നമുക്ക് പരിചയപ്പെടാം. ഓക്കെ. നമ്മള് ഇന്നിപ്പോ എന്താണ്, നിങ്ങൾക്ക് പല തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു ഡൈവേഴ്സ് പോപ്പുലേഷൻ ആണല്ലോ അല്ലെ. നമ്മൾ പല കേരളത്തിന്റെ പല പല ഭാഗങ്ങൾ, ഈവൻ ഔട്ട് ഓഫ് കേരള അല്ലെ, ഔട്ട് ഓഫ് ഇന്ത്യ ആൾക്കാരുണ്ട്. പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന പല ഏജ് കാറ്റഗറിയിലുള്ള അല്ലെ, പല വർക്ക് ചെയ്യുന്ന, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾക്ക് സ്റ്റുഡൻസ് ആയിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളൊക്കെ ഒരുമിച്ച് പഠിക്കുന്ന ആൾക്കാരാണ് അല്ലെ. BA സൈക്കോളജി ഹോണർ എന്ന് പറയുന്ന കോഴ്സ് എടുത്ത് നമ്മൾ 3 വർഷം പഠിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോ നമ്മളിപ്പോ സ്റ്റാർട്ടിങ്ങിലാണുള്ളത്. അപ്പൊ നമുക്ക് ഓരോ എനിക്ക് ഒരുപാട് എക്സാമുകളും അസൈൻമെന്റും കാര്യങ്ങളും ഒക്കെ കടന്ന് പോകാനുണ്ട്. അപ്പൊ എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ അതൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ടാവുക, എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളുടെ സ്റ്റഡി ജേർണി എന്ന് പറയുന്നത് ഉണ്ടാവുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഓറിയന്റേഷൻ സെഷൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. നമ്മളിപ്പോ ഒരു കോളേജിലൊക്കെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഓറിയന്റേഷൻ സെഷൻ ഉണ്ടാകും. നമുക്ക് എന്താണ് നമ്മുടെ കോഴ്സ്, എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടാവുക, എന്താണ് നിങ്ങളുടെ ടൈം ടേബിൾ, അങ്ങനെയൊക്കെ ഉണ്ടാകും. അതുപോലെ നമുക്ക് ഓൺലൈനിലാണെങ്കിലും നമ്മൾ ഒക്കെ നമ്മൾ ആ ഒരു പാറ്റേണിൽ ഫോളോ ചെയ്ത് പോവുകയാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ കൂടെ ഇപ്പം സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ മെന്റേഴ്സ് ഒക്കെ ഉണ്ട്. കൂടാതെ നമ്മളുടെ സ്റ്റുഡൻസ് ഏകദേശം എല്ലാവരും ആയി തോന്നുന്നു, കുറച്ച് പേരൊക്കെ ജോയിൻ ചെയ്യാനുണ്ട്. ഓക്കെ. അപ്പൊ നമ്മളുടെ കൂടെ സൈക്കോളജി മെന്റർ ഗൗരി മാം ഉണ്ട്. അപ്പൊ ഗൗരി മാം, ഓവർ ടു യു. ഒന്ന് ഹലോ. പരിചയപ്പെടാം. ഇതിനകത്തില് കുറെ മുഖങ്ങളെയൊക്കെ നമുക്ക് പരിചയമുണ്ട്. കുറെ പേരൊന്നും കാണാൻ കൂടി ഇല്ല. എല്ലാരും പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ആക്കി ഇടുക കേട്ടോ. എന്താണെങ്കിലും നമുക്ക് ഇങ്ങനെയൊക്കെ അല്ല കാണാൻ പറ്റുള്ളൂ. അപ്പോ മാക്സിമം എല്ലാരും വീഡിയോ ഒക്കെ ഓൺ ആക്കിയിട്ട് നമ്മള് ഒരു ഫ്രണ്ട്ലി മീറ്റിംഗ് അല്ലേ ഇങ്ങനെ. നമുക്ക് ഇനി വഴി വെച്ച് ആരെങ്കിലും ഒക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ ഇതെന്റെ ക്ലാസ്മേറ്റ് ആണ് അല്ലെങ്കിൽ ബാച്ച്മേറ്റ് ആണെന്ന് മനസ്സിലാക്കണമല്ലോ. അപ്പൊ എല്ലാരും മാക്സിമം വീഡിയോ ഒക്കെ ഓൺ ആക്കി ഇടുക. എന്നിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം. ഒരുപാട് കാര്യങ്ങൾ പറയാനും ഒരുപാട് ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഓരോ കാര്യങ്ങൾ കേൾക്കാനും ഒക്കെ നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോ എല്ലാരും റെഡി ആണോ? ആണെങ്കിൽ നിങ്ങൾ താഴെ നിങ്ങളുടെ ആ സൂം മീറ്റിംഗിൽ താഴെ തന്നെ റിയാക്ഷൻസ് ഉണ്ട്. അപ്പൊ റിയാക്ഷൻസ് തരാം. അല്ല, റിയാക്ഷൻസ് അത്രയൊന്നും പാടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഓൺ ആക്കിയിട്ട് കൈയടിക്കുകയും അതേപോലെ ഒരു കൈ ഇങ്ങനെ തംസപ്പ് കാണിക്കുകയൊക്കെ കാണിച്ചാലും ചെയ്താൽ മതി. മതി. എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് ഓക്കെയാണ്. ഓക്കെ, ഒരുപാട് ഓക്കെ. തംസപ്പ് ഒക്കെ വരുന്നു. അതെ, നമുക്ക് ഓക്കെ റെസ്പോൺസ് മാം. വേണം. നമ്മൾ ഓൺലൈൻ അതെ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ നമുക്ക് റെസ്പോൺസ് കിട്ടുക എന്ന് പറയുന്നത് ഒരു കടമ്പയാണ്. ഓക്കെ. നേരിട്ടല്ലാതെ ആയതുകൊണ്ട് അപ്പൊ നമ്മളെല്ലാരും മനുഷ്യന്മാർ തന്നെയാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ക്യാമറയുടെ ഒരു ആവശ്യം വരുന്നില്ല. അപ്പൊ തന്നെ എല്ലാരും ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് വെക്കുക. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് തന്നെ ഇതൊരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു സെഷൻ ആണ്. ഇനി അങ്ങോട്ടുണ്ടാകുന്ന സെഷൻ ഒക്കെയാണ് നമുക്ക് കുറച്ചുകൂടി ഫോർമൽ ആയിട്ട് ഉണ്ടാവുക അല്ലെ ഗൗരി മാം. അപ്പോ അതെ നമുക്ക് നമുക്ക് ഈ പ്രാവശ്യം നമുക്കൊരു ഫൺ എലമെന്റ് ഒക്കെ വെച്ച് എന്താണ്, അങ്ങനെ നമുക്ക് എല്ലാവർക്കും പരിചയപ്പെടാം. അപ്പൊ ഓരോരുത്തരും മുന്നോട്ടേക്ക് വരേണ്ടതുണ്ട് കേട്ടോ പരിചയപ്പെടാൻ. ഞാന് നിങ്ങളെ പേര് പറഞ്ഞു വിളിക്കുന്നില്ല. ഏകദേശം എല്ലാരെയും എനിക്ക് അറിയുന്നുണ്ടാകും. കുറച്ചു പേര് വേറെ മെന്റേഴ്സ് സ്റ്റുഡൻസും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഓരോരുത്തരായിട്ട് നമുക്ക് പരിചയപ്പെടാൻ വേണ്ടി മുന്നോട്ട് വരാം. ആൻഡ് നമ്മള് നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങൾ എന്തുകൊണ്ടാണ് BA സൈക്കോളജി പഠിക്കാൻ വന്നിട്ടുള്ളത്, സൈക്കോളജിയോടുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ടാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളിവിടെ ഈ ഒരു സൈക്കോളജിയിൽ എത്തിയത്, അങ്ങനെയൊക്കെ ഒക്കെ പറയാം. പ്ലസ് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ആക്ടിവിറ്റി കൂടിയുണ്ട്. അതായത് നമുക്ക് പിന്നെ നമ്മളിപ്പോ ഒരു ചെറിയൊരു ഫൺ എലമെന്റ് ആണ്. അതായത് നമ്മൾക്ക് ഇപ്പോ ഒരു സൂപ്പർ പവർ കിട്ടുകയാണെങ്കിൽ, സൂപ്പർ പവർ കിട്ടുകയാണെങ്കിൽ എന്ത് സൂപ്പർ പവർ ആയിരിക്കും എനിക്ക് കിട്ടേണ്ടത് വരുന്നത്, അല്ലെ കിട്ടണം എന്നുള്ളത്, ആഗ്രഹമുള്ളത് എന്നുള്ളത് ഒന്ന് പറയാം അതിന്റെ കൂടെ. എല്ലാവർക്കും കാര്യം മനസ്സിലായോ? ഹന മാമിന്റെ സൂപ്പർ പവർ എന്താ? അതെ. അതെ, അത് പറയണം അല്ലേ ഫസ്റ്റ്. ഞാന് ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്റത് പറയണല്ലോ അല്ലെ. അപ്പൊ അതാ ഞാൻ
എന്റെ സൂപ്പർ പവർ, എനിക്ക് സൂപ്പർ പവർ കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാ, എനിക്കൊരു എന്താണ്, നമുക്ക് പറയാലോ അല്ലെ, പറയുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. എനിക്ക് 2 ചിറകുകൾ കിട്ടാനാണ് എനിക്കിഷ്ടം. അതായത് ഞാൻ സ്വതവേ ഒരു പാറിപ്പറന്ന് നടക്കുന്ന ടൈപ്പിലാണെന്നാണ് എന്റെ വീട്ടുകാരും നാട്ടുകാരൊക്കെ എന്നെ പറയാം. അപ്പൊ എനിക്ക് അതാണ് ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പറക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് ചിറകുകൾ കിട്ടണം എന്നുള്ളതാണ് എന്റെ ഒരു സൂപ്പർ പവർ കിട്ടുവാണെങ്കിൽ. അപ്പൊ എല്ലാവർക്കും അതുപോലെ ആയിരിക്കില്ല, പലർക്കും പലതായിരിക്കും. നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളൊക്കെ കേൾക്കാലോ അല്ലെ? ഓക്കെ അല്ലേ? അപ്പോ നമുക്ക് ഓക്കെ ആണ്. ഇൻട്രൊഡക്ഷൻ തുടങ്ങാം അല്ലേ ഗൗരി മാം? യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആരെ വെച്ച് തുടങ്ങണം, ആര് വരും എന്നുള്ള കാര്യത്തിൽ ഇനിയൊരു വോളണ്ടിയർ ആയിട്ട് വരാം അല്ലെ? അതെ ആകാംക്ഷയുള്ള. അതെ. അപ്പോ അതെ, അവര് നിങ്ങൾ, വരട്ടെ മാം. അതെ, ഞാൻ നിങ്ങളായിട്ട് വന്നാ വരാം. മതിയോ മാം? ഗുഡ് ഈവനിങ് മാം. മതി. ഗുഡ് ഗുഡ് ഈവനിങ്. ഈവനിങ്. ഗുഡ് ഈവനിങ്. ജയപ്രതിഭയാണ്. ജയപ്രതിഭ. ജയപ്രതിഭ. ആ, ഹന മാമിന് മനസ്സിലായോ? ജയപ്രതിഭയാണ്. മനസ്സിലായി ജയപ്രതിഭ. അതെ അതെ അതെ. പറ്റുവാണെങ്കിൽ വീഡിയോ ഒന്ന് ഓൺ ആക്കുവോടാ, കാണാലോ. അതെ. വീഡിയോ വർക്കിലാണോ ജയ? അതെ, ഞാനിപ്പോ വർക്ക് കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ്, ക്ലാസ് കഴിഞ്ഞിട്ട്. അപ്പൊ ഇറ്റ്സ് ഞാൻ ഓക്കെ, ഔട്ട് സൈഡ് കുഴപ്പമില്ല. നിൽക്കുകയാണ്. ഞാൻ യൂബറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം മാം എന്നോട് പറഞ്ഞായിരുന്നല്ലോ ഇത് മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യണമെന്ന്. അതെ അതെ. എന്തായാലും അറ്റൻഡ് ചെയ്തതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു എന്തായാലും മാം. പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, വേഗം അറ്റൻഡ് ചെയ്തിട്ട് പോയാലും പ്രശ്നമില്ല, ജസ്റ്റ് ഒന്ന് നമുക്ക് അറ്റൻഡ് ചെയ്യാ എന്നുള്ള രീതിക്ക്. ആ അതെ അതെ, പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് വേഗം ഇൻട്രൊഡക്ഷൻ തുടങ്ങാം അല്ലേ? എന്റെ പേര് ജയപ്രതിഭ എന്നാണ്. എന്റെ വീട് മാവേലിക്കര, ആലപ്പുഴ ജില്ല മാവേലിക്കരയിലാണ്. എല്ലാം പറയണോ മിസ്സേ? എല്ലാം ഒന്നും പറയണ്ട. നമ്മള് സൈക്കോളജി, ആ ഒരു സൂപ്പർ പവറിന്റെ കാര്യം ഒന്ന് പറയാൻ പറ്റുമോ? സൂപ്പർ പവർ എനിക്ക് ഇഷ്ടപ്പെട്ടെടുത്താണ്, കാരണം ഞാൻ യോഗ ടീച്ചറാണ്. അപ്പം എനിക്ക് ഇതുമായിട്ടൊരു കണക്റ്റഡ്, എനിക്ക് കാരണം കുറേ പേഷ്യൻസും കാര്യങ്ങളൊക്കെ എനിക്ക് വരുന്നുണ്ട്. അപ്പൊ പിന്നെ അങ്ങനെ ഒരു കൗൺസിലിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെ എനിക്ക് ഇങ്ങനെ വരുന്നത് കൊണ്ട്, അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു സൈക്കോളജി എടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു ഭയങ്കര ബെനിഫിറ്റ് ആണ്. അതോടൊപ്പം തന്നെ എന്താണെന്ന് മനസ്സിലാക്കുന്നത് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, ഒരു സൈക്കോളജി പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അത് എന്താണെന്ന് മനസ്സിലാക്കണമല്ലോ. അതെ. അപ്പൊ അതും അറിയണം. പിന്നെ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടും അതും വേണം. ഹലോ, കാണുന്നുണ്ടോ മാം? കേക്കാടാ, കേക്കാം. ഓക്കെ. അപ്പോ താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. ആണ്. ഓക്കെ. അപ്പൊ ഊബർ കിട്ടിയായിരുന്നോ? ഇല്ല, ഞാൻ വെയിറ്റ് ചെയ്യാ യൂബറിന്. ഓക്കെ ശരി ശരി. അപ്പൊ ഓക്കെ മാം. താങ്ക് യു ജയ. താങ്ക് യു നെക്സ്റ്റ് മാം. ആരാണ് വരാൻ പോകുന്നത്? ഞാൻ പറയട്ടെ മാം? പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ്. എന്റെ പേര് കവിത. ഞാനിപ്പോ എറണാകുളത്താണ്, വയനാടാണ് സ്വദേശം. നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു, അതുകൊണ്ട് എറണാകുളത്താണ് ഇപ്പൊ താമസം. അപ്പം നഴ്സിംഗ് ഫീൽഡില് സൈക്കോളജി നമ്മൾക്ക് ഒരുപാട് പേഷ്യൻസിനും ബൈസ്റ്റാൻഡേഴ്സിനും അതേപോലെ നമ്മളുടെ കൂടെയുള്ള, ഞാനിപ്പോ നഴ്സിംഗ് സൂപ്പർവൈസർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ താഴെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കും ഒരുപാട് സപ്പോർട്ട് കൊടുക്കാനായിട്ട് സാധിക്കും സൈക്കോളജി എടുത്തു കഴിഞ്ഞാൽ എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഇതിന് ചേർന്നിരിക്കുന്നത്. ഓക്കെ നൈസ്. നമുക്കൊരു സൂപ്പർ പവർ കിട്ടുവാണെങ്കിൽ ഇപ്പം എന്റെ ഫീൽഡ് വെച്ച് എത്രയും നേഴ്സിംഗിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ട് എനിക്ക്. ഇപ്പം 23 വർഷമായി നേഴ്സിംഗിൽ നിൽക്കുന്നു. അപ്പം ആ ഒരു രീതിയിൽ ഈ സൂപ്പർ പവർ ആയിട്ട് എനിക്ക്, കാരണം കഷ്ടപ്പെടുന്ന ഒരുപാട് പേരെ നമ്മൾ കാണുമ്പം ഇപ്പൊ മരുന്നുകൾ കൊണ്ട് അവർക്കൊന്നും കൊടുക്കാൻ പറ്റില്ല, നമ്മുടെ സാന്ത്വന വാക്കുകൾ കൊണ്ട് അവർക്ക് കിട്ടുന്ന ആ ഒരു കംഫർട്ട് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. കാരണം കൂടുതലും ഞാൻ ഓങ്കോളജി റിലേറ്റഡ് പേഷ്യൻസുമായിട്ടാണ് കൂടുതൽ ഡീൽ ചെയ്യുന്നത്. അപ്പൊ അവര് കൂടുതലും സപ്പോർട്ടീവ് കെയറിൽ പോകുന്നവരാണ്. അപ്പൊ ആ ഒരു ഇതില് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് അതിന് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയണം എന്നുള്ള രീതിയിൽ. ഓക്കെ ഓക്കെ. താങ്ക് യു കവിത. ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ. ആരാണ്? സിബിത. സിബിത വരൂ. പൊന്മുടി കാര്യമാണ്. പറഞ്ഞോളൂ. മാം, എന്റെ പേര് സിബിത എന്നാണ്. എന്റെ സ്ഥലം ട്രിവാൻഡ്രത്ത് പൊന്മുടി, ഇത് പാലോട് ആ റേഞ്ചിലാണ് വരുന്നത്. ഞാൻ DMLT സ്റ്റുഡന്റ് ആയിരുന്നു, DMLT കഴിഞ്ഞു. ഇപ്പോ DHA എന്ന് പറഞ്ഞിട്ടൊരു ഓൺലൈൻ കോഴ്സ് കൂടെ ചെയ്യുന്നുണ്ട്, എന്റെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അത് ചെയ്യുന്നുണ്ട്. പിന്നെ ജോബൊന്നും ഇപ്പൊ നോക്കുന്നില്ല, കുഞ്ഞുള്ളത് കൊണ്ട് ജോബൊന്നും നോക്കുന്നില്ല.
ഉം. പിന്നെ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്റെ പണ്ട് മുതലേ ഉള്ളൊരു ഇതായിരുന്നു. ഈ ഫിലോസഫി സൈക്കോളജി എന്നൊക്കെ ഭയങ്കര ഒരു എന്താണ് കാര്യം എന്ന് ഇപ്പോഴും അറിയില്ല. ഇപ്പൊ കേട്ട് തുടങ്ങുമ്പോഴാണ് നമുക്ക് പഠിക്കാം. ഇങ്ങനെ ക്ലാസ്സിലൊക്കെ കണ്ടു തുടങ്ങുമ്പോഴാണ് എന്തോ വലിയൊരു സംഭവമാണെന്നുള്ളത് മനസ്സിലായി തുടങ്ങുന്നത്. കുറെ പണ്ട് ഞാൻ തെറ്റിദ്ധാരണകൾ മാറുമല്ലോ അല്ലെ? ഞാൻ 10ലൊക്കെ പഠിക്കുന്ന ടൈം മുതലേ എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഫിലോസഫി സൈക്കോളജി അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തോ ഭയങ്കര സംഭവം. അതിപ്പോഴും ഉണ്ട്, പഠിക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട്, പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, നല്ലൊരു സൈക്കോളജിസ്റ്റ് ആയിട്ട് വരട്ടെ ഭാവിയിൽ. ആ പിന്നെ ജോബ് അങ്ങനെ ഇത് റിലേറ്റ് ചെയ്തിട്ട് ജോബ് ഉണ്ട് എന്നറിയാം, പക്ഷെ അതിനെ പറ്റിയൊന്നും ഇപ്പൊ ചിന്തിക്കുന്നില്ല. പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ആ. ഓക്കെ, സൂപ്പർ താങ്ക് പവറോ? യു. സൂപ്പർ പവർ പറയൂ. സൂപ്പർ പവർ മാം പറഞ്ഞത് പറന്ന് നടക്കണം എന്നുള്ളതാണ്. എനിക്കൊരു സൂപ്പർ പവർ കിട്ടുവാണെങ്കിൽ നമ്മുടെ മിന്നൽ മുരളിയിലൊക്കെ വരുന്ന പോലെ നമുക്ക് ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ കുഞ്ഞു കുട്ടികൾക്കെതിരെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ. അത് എനിക്കൊരു കുഞ്ഞു മോളാണുള്ളത്. അപ്പം ഞാൻ അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ കാണുമ്പോൾ എന്റെ മനസ്സിൽ ഞാൻ ഒരുപാട് ഇപ്പൊ തന്നെ ഈ ഇടയ്ക്ക് പ്ലേസ് എനിക്ക് ഓർമ്മയില്ല, അവിടെ 6 വയസ്സോ അങ്ങാണ്ട് ഉള്ള ഒരു കുഞ്ഞിനെതിരെ ഉണ്ടായ ആളിനെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞിട്ട് ആ ഒരു കേസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കാണുമ്പോൾ എന്റെ മനസ്സിൽ തോന്നുന്നു നമ്മളിങ്ങനെ കൈ നീട്ടുമ്പോൾ മറ്റേ തീയൊക്കെ വന്ന് അവർ എരിഞ്ഞു പോകുന്ന പോലെ അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. കാരണം അത് പറ്റില്ലെങ്കിലും നമുക്കുള്ള ആഗ്രഹമാണത്. ഞാൻ ഒരു അമ്മ ആയതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെയുള്ള കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ കാണുമ്പോൾ ഉള്ള ഒരു വിഷമം. അങ്ങനെ കിട്ടിയാൽ കൊള്ളാമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഓക്കെ, നൈസ്. താങ്ക് യു സിപിത. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ആരാണ് വരുന്നത്? ജെയ്സൺ, ഞാൻ പറയട്ടെ മാം? ജെയ്സൺ പറയൂ. എൻ്റെ പേര് ജെയ്സൺ. ഞാൻ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ സ്ഥലത്ത് വരുന്നു. അപ്പൊ ഞാൻ സൈക്കോളജി ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് സൈക്കോളജിക്കലായിട്ട് എന്തെങ്കിലും ഭാവിയിൽ ഫ്യൂച്ചറിൽ ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, അഡ്വൈസ് കൊടുക്കാൻ പറ്റുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ആയിട്ട് കാണാനാണ് ഞാൻ എടുക്കുന്നത്. ഒരു ഞാനിപ്പോ ഓൺലൈനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഹോംവർക്ക് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ബാംഗ്ലൂരായിരുന്നു, അപ്പൊ അവിടുന്ന് ജോബ് കുറച്ച് നാളത്തേക്കൊന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് നാട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ ക്ലാസ് ഒക്കെ നന്നായിട്ടുണ്ട്, നല്ല ക്ലാസ്സാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ ഭയങ്കരമായിട്ട് എനിക്കൊരു അഡിക്റ്റ് ഉണ്ട്. എന്തെങ്കിലും സൈക്കോളജിക്കലായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും വലിയ ഹെൽപ്പായിരിക്കും ഞാൻ കരുതുന്നു. ഓക്കെ, അപ്പൊ നമുക്കൊരു സൂപ്പർ പവർ ഒക്കെ കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? സൂപ്പർ പവർ കിട്ടാൻ ഐ തിങ്ക് ഇൻവിസിബിൾ ആകാനുള്ള ഒരു പവറാണ് ഞാനൊരു. അതെന്ന് വെച്ചാല് നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ക്രൈംസ് നടക്കുന്നുണ്ട്. അപ്പോ നമുക്ക് എന്താണ് അല്ലെങ്കിൽ നമുക്ക് അവിടെ ചെന്നിട്ട് എന്തെങ്കിലും നമുക്ക് ഇൻവിസിബിൾ ആയി ചെന്നിട്ട് അതായത് പോസിറ്റീവായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ, അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് ഒരു സൂപ്പർ പവർ ആയിട്ട് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ഹെൽപ്പ് സൊസൈറ്റിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് ബെറ്റർ. താങ്ക് യു ജെയ്സൺ. എല്ലാവർക്കും എന്തോരം സാമൂഹിക പ്രതിബദ്ധതയാണെന്ന് ഹനാമിസ് കാണുന്നുണ്ടോ? അതാണ്. അതെ. നെക്സ്റ്റ് ആരാ വരാൻ പോകുന്നത്? ഹായ് മാം, ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ. അഫീദ. ഗുഡ് ഈവനിങ് എവരിവൺ. എൻ്റെ പേര് അഫീദ എന്നാണ്. അപ്പോൾ ഞാൻ കൊച്ചിയിലാണുള്ളത്. ഇപ്പോൾ സൈക്കോളജി ഈ ഒരു ഫീൽഡ് എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഞാൻ +2 കഴിഞ്ഞ മാരേജ് ആയിരുന്നു. അപ്പോൾ ഒരു 2 വർഷം ആയപ്പോഴത്തേക്കും 2 കോഴ്സ് ചെയ്തു. മെഡിക്കൽ കോഡിങ്ങും ഹോസ്പിറ്റൽ മാനേജ്മെന്റും ചെയ്തു. പിന്നെ ഇപ്പൊ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. പക്ഷെ നമുക്കൊരു ജോബിന് പോകണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഡിഗ്രിയും വേണം. പിന്നെ ഈ ഒരു ഫീൽഡും ഇഷ്ടമാണ്. അത് ഭയങ്കര കുഞ്ഞിലെ മുതലുള്ള ഒരു ഫീൽഡാണ്. കാരണം എൻ്റെ ഒരു അങ്കിള് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്താണ്. അപ്പോൾ മറ്റുള്ളവരുടെ ഇതറിയാന്നും എന്ന് വെച്ചാൽ ഈ ഒരു ഫീൽഡിൽ ഉള്ള ഒരു മൊത്തത്തിലുള്ള കാര്യങ്ങൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. അതാണ് കൂടുതലും ഈ ഒരു സബ്ജക്റ്റിനെ സെലക്ട് ചെയ്തത്. പിന്നെ ഇപ്പൊ നമ്മള് ഈ സൂപ്പർ പവറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സൊസൈറ്റിയിൽ കൂടുതലും ക്രൈംസും വയലൻസും ഒക്കെയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ. ഇപ്പൊ ഡെയിലി ഒരു പേപ്പർ എടുത്ത് നോക്കിയാൽ എൻ്റെ ഫാദർ ഇൻ ലോ ഡെയിലി പേപ്പർ വായിക്കും, ഞാൻ വായിക്കില്ല. അപ്പോൾ ഡെയിലി കാണുന്ന ഇങ്ങനെയുള്ള ക്രൈംസും എന്ന് വെച്ചാൽ ഏജ് ലിമിറ്റ് ഒന്നുമില്ല, അങ്ങനെയാണ് കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ മൈൻഡിൽ ഈ നെഗറ്റീവ് തോട്ട് എങ്ങനെ ഇല്ലാണ്ടാക്കാം, അങ്ങനെ സൂപ്പർ പവർ കിട്ടില്ല എന്നാലും കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരുടെ മൈൻഡിലുള്ള നെഗറ്റീവ് തോട്ട്സ് ഇല്ലാണ്ടാക്കാൻ. അപ്പോൾ ഞാൻ ലക്ഷദ്വീപാണ്, എൻ്റെ ഫാദർ ലക്ഷദ്വീപ്. ഇത്രയും നാൾ ഞാൻ അവിടെയാണ് ജീവിച്ചത്, 12 കൊല്ലം ഞാൻ അവിടെയാണ് താമസിച്ചത്.
പക്ഷെ ഇപ്പൊ അവിടെ ഞാൻ നോക്കുമ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാടില്ല. പക്ഷെ ഇവിടെ നേരെ വന്നു കഴിഞ്ഞപ്പോ ഡെയിലി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോ എനിക്ക് ഞാൻ ഇത്രയും നാളും ജീവിച്ച ഒരു ഇത് മൈഗ്രേറ്റ് ചെയ്ത് ഇവിടെ വന്നപ്പോഴത്തേക്കും ഭയങ്കര കംപ്ലീറ്റ് ഇത് മാറിയിട്ടുണ്ട്. അപ്പോ അങ്ങനത്തെ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരുടെ ഒരു നെഗറ്റീവ് തോട്ട്സ് ഇല്ലാണ്ടാക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, നെഗറ്റീവ് തോട്ട്സ് നമുക്ക് ആക്ച്വലി ഇല്ലാതാക്കാൻ പറ്റും. അത് അങ്ങനത്തെ അപ്രോച്ച് ഒക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, നമുക്ക് ഒരുപാട് ആൾക്കാരുടെ മനസ്സിൽ പറഞ്ഞാൽ മനസ്സിലാവുന്ന ആൾക്കാരുണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. മനസ്സിലാക്കാത്ത ആൾക്കാരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതെ അതെ. ഓക്കെ ഓക്കെ, താങ്ക് യു അഫീദ. നെക്സ്റ്റ് വരൂ. ഹലോ മാം, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇന്ന് ഈ ലൈവ് നമ്മൾ ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ, അതോ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇതാരാണ്? ജയപ്രതിഭയാണ്. നമുക്കിനി നമുക്കിനി വരാൻ ഇൻട്രൊഡക്ഷൻ കിടക്കുന്നതേ ആണുള്ളത്. ഉള്ളൂ. അപ്പൊ നമുക്ക് ഗെയിംസ് ഇനി ഉണ്ട് വരാൻ കേട്ടോ. കുറച്ച് ഗെയിംസ് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ ബിസി ആണല്ലേ ജയപ്രതിഭ? ജയപ്രതിഭ, അതെ, ബിസി എന്ന് പറയാൻ പറ്റില്ല, ഞാൻ ട്രാവലിംഗിലാണ്, അതുകൊണ്ടാണ്, സോറി കേട്ടോ. ഗെയിം ഉണ്ടെങ്കിൽ മാം എനിക്കൊന്ന് മെസ്സേജ് അയക്കും. ഞാൻ അപ്പഴത്തേന് ഞാൻ വീട്ടിൽ റൂമിൽ എത്തുമ്പോഴത്തേന് എത്തിക്കഴിഞ്ഞാല് ജോയിൻ ചെയ്തോളൂ. ജോയിൻ ചെയ്തോളൂ. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ ലീവ് ചെയ്യാണ്. ശരി. ഓക്കെ മാം. നമുക്കൊരു ഗെയിം നോക്കിയാലോ? ഇൻട്രൊഡക്ഷന്റെ ഇടയ്ക്ക് നമുക്കൊരു ഫൺ ആക്ടിവിറ്റി. എല്ലാരും എന്ത് പറയുന്നു? ഓക്കെ, അപ്പൊ പക്ഷെ എല്ലാരും വീഡിയോ ഓൺ ചെയ്യണം കേട്ടോ. ഒരു 5 മിനിറ്റ്സ് ഞാൻ ഇപ്പോ റൂമിലേക്ക് പോകും. ജസ്റ്റ് 5 മിനിറ്റ്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2-3 പേരെ കൂടി പരിചയപ്പെടാം മാം. അപ്പോഴേക്കും 2-3 പേരൊക്കെ റൂമിൽ എത്തട്ടെ. അപ്പോഴേക്ക് നമുക്ക് സമയമാവും. വോളണ്ടിയർ ആയിട്ട് നെക്സ്റ്റ് വരുന്നത്? ഇനിയൊരു ഇത്രയും നേരം നമ്മള് ഫീമെയിൽ വോയിസ് ആണ് കേട്ടത്. മെയിൽ വോയിസ് ഒന്ന് മെയിൽ, അതാണ് പുരുഷന്മാരെന്താ ആരും പുറത്തേക്ക് വരാത്തത്? Okay, when you want me to introduce myself, പറഞ്ഞാ മതി. Okay? Okay. Okay. എന്താണ് നമ്മളുടെ പുരുഷന്മാര് വരാത്തത്? സ്ത്രീകളാണ്. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, ആരാണത്? എന്റെ പേര് ഷാജു തോമസ്. ഷാജു തോമസ്. ഓക്കെ, ഞാൻ ഫോർട്ട് കൊച്ചിന്നാണ് എന്റെ സ്ഥലം. ഓക്കെ. ഞാൻ ഈ സൈക്കോളജി എടുത്തത് ഔട്ട് ഓഫ് മൈ ക്യൂരിയോസിറ്റി ആൻഡ് ഒരു കണ്ടിന്യൂസ് ലേണിംഗിന്റെ ഭാഗമാണ്. ഞാൻ ഇൻഫാക്ട് ഒരു ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് സെക്ടറിൽ വർക്ക് ചെയ്യുകയാണ്. അത് കഴിഞ്ഞു ഇപ്പൊ ഞാനൊരു ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അക്കാദമിക് ഹെഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്താണ് നമുക്ക് സൂപ്പർ പവർ ഒക്കെ കിട്ടുകയാണെങ്കിൽ? സൂപ്പർ പവർ കിട്ടുക നമ്മൾ വിചാരിക്കുന്ന ഒരു പവർ കിട്ടുവാണെങ്കിൽ വിചാരിക്കുന്ന സ്ഥലത്ത് ആ മൊമെന്റിൽ എത്തുക. നമ്മള് ഫിലിമിലൊക്കെ കാണുന്ന പോലെ ടിഷ്യൂ എന്ന് പറഞ്ഞിട്ട് പോയി. ഓക്കെ, അപ്പോ താങ്ക് യു ഷാജു. താങ്ക് യു ഷാജു തോമസ്. താങ്ക്സ് a lot. ഓക്കെ, നെക്സ്റ്റ്. ഹലോ മാം, ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ. എന്റെ പേര് നഹീമ എന്നാണ്. ഓക്കെ, ഞാൻ കണ്ണൂര് തലശ്ശേരിയാണ് വീട്. ഓക്കെ. ഞാന് കൊമേഴ്സ് ആയിരുന്നു എടുത്തത്, ബികോം ആയിരുന്നു പഠിച്ചത്. അപ്പൊ എനിക്ക് ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാനൊരു ഡിപ്ലോമ ചെയ്ത് കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറഞ്ഞിട്ട്. അപ്പോ അതിനിടെ NLP, ഹിപ്നോട്ടിസം അതൊക്കെ പഠിച്ചു. അപ്പം കൂടുതൽ പഠിക്കേണ്ടിയിട്ടാണ് ഇതിലേക്ക് വന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സൂപ്പർ പവർ ഒക്കെ കിട്ടുകയാണെങ്കിൽ? സൂപ്പർ പവർ കിട്ടുകയാണെങ്കിൽ ഒരാളെ കണ്ടാല് ഒരു മനസ്സ് കംപ്ലീറ്റ് വായിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് നേരത്തെ നമ്മുടെ നിഷിത പറയാമെന്ന് പറഞ്ഞായിരുന്നു. നിഷിത ഓക്കെ ആണോ പറയാൻ? ഓക്കെ, നിഷിത വരൂ. എന്റെ പേര് വിഷ്ണു എന്നാണ്. സോ ഞാനിപ്പോ കറന്റ്ലി ബാംഗ്ലൂരിലാണ്. സോ ജനിച്ചു വളർന്നൊക്കെ ബാംഗ്ലൂരിലാണ്. അമ്മനും നാട്ടിലെ എറണാകുളമാണ്. സോ എന്റെ കരിയർ, എന്റെ റൈറ്റ് നൗ ഞാനൊരു ട്രെയിനറാണ്. സോ ലാസ്റ്റ് ഒരു 8-9 years ആയിട്ട് ഞാനൊരു ട്രെയിനറായിട്ട് ജോലി എടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ എന്റെ ജോലിയുടെ ഭാഗമായിട്ടും പിന്നെ എന്റെ ക്യാരക്ടറിന്റെ ഭാഗമായിട്ടും
ഈ സൈക്കോളജി ഫീൽഡിലേക്ക് വളരെ ക്ലോസ് ആയിട്ട് അലൈൻ ആയി പോകുന്നതാണ്. ഈ ഒരു കാരണം കൊണ്ട് എനിക്ക് അപ്പൊ ഓക്കെയാണ്, നമുക്ക് ഈ ഒരു കോഴ്സ് നമുക്ക് എടുക്കാം എന്നുള്ളൊരു ഒരു താല്പര്യം തോന്നി. ഇതിനു മുമ്പ് ഞാൻ ക്രിമിനോളജിയും പിന്നെ പോലീസ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ഒരു കോഴ്സ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു വർഷം. അപ്പൊ അതിനൊരു ആഡ് ഓൺ ആയിട്ട് ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ ഇത് ചൂസ് ചെയ്തത്. താങ്ക് യു. അപ്പൊ നമുക്കൊരു സൂപ്പർ പവറിന്റെ കാര്യം പറയൂ. സൂപ്പർ പവർ എന്ന് പറയുമ്പോൾ അത് വളരെ പേഴ്സണലി എനിക്ക് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടൊരു ചോദ്യമാണ്. കാരണം വെച്ചാൽ ചെറിയ വയസ്സ് മുതൽ കോമിക്സും കാർട്ടൂൺസും സൂപ്പർ ഹീറോ മൂവീസും കണ്ടു വളർന്നുകൊണ്ട് ഒരു സൂപ്പർ പവർ എന്ന് പറഞ്ഞാൽ ചൂസ് ചെയ്യാൻ ഭയങ്കര കഷ്ടമായിരിക്കും എനിക്ക്. അപ്പോ സൂപ്പർ പവർ അല്ലാത്തൊരു പവർ എനിക്ക്, നിങ്ങൾ ഷെർലോക്ക് ഹോംസിന്റെ ഒക്കെ കണ്ടിട്ടുണ്ടാവല്ലോ, ഒരു വ്യക്തിനെ കാണുമ്പോൾ അത് ഡിഡക്ഷൻ, എനിക്ക് ആ രീതിയിലുള്ള ഒരു ഡിഡക്റ്റീവ് എബിലിറ്റി കിട്ടിയിരുന്നെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്ന് എനിക്ക് എപ്പോഴും തോന്നുന്നത്. താങ്ക് യു. അപ്പൊ വേറെ ആരോ, ഗൗരി മാം, വേറെ ആരാണ് റൈസ് ചെയ്തിരുന്നത്, ഹാൻഡ് റൈസ് ചെയ്തിരുന്നത്? നമുക്ക് വേറെ ആരാണ് ഇനി റെഡി നിഷിത വന്നായിരുന്നോ? സോറി ഇവിടെ ഡിന്നർ ടൈമാണ്, എനിക്ക് 4 പേരാണ്. ഓക്കെ, ഇപ്പൊ ഡിന്നർ ടൈം. അപ്പൊ അതിന്റെ ഒരു ഇതിലാണ് ഞാൻ ചാവക്കാട്, സോറി 2004 നിഷിതയുടെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ മാം? പിന്നെ കണക്ഷൻ ഒക്കെ ഓക്കെ അല്ലേ? കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഹെഡ്സെറ്റിൽ കുത്തി കാരണേ. അപ്പൊ പറഞ്ഞ പോലെ തന്നെ ആസ് മൈ ക്യാരക്ടർ ഓൾസോ എന്റെ സൂപ്പർ പവർ കിട്ടുകയാണെങ്കിലും to make the impossible possible. To understand a person is not an easy job. So when people talk about also, they talk about character. Okay, and first I thought by learning psychology, first I will learn about myself. That is the first main thing, and that's a big task. Then I basically want to know, like if I get a superpower, what is the mean? That is to know other person. Knowing a person is a big. I'm so sorry about that. Okay, so that is it. And എന്താ പറയുക, നേരത്തൊരു ഉണ്ടായിരുന്നില്ലേ ഈ എന്താ പറയുക ഡിറ്റക്റ്റീവ് മൈൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട്, ആ ഒരു സംതിങ് വി ക്യാൻ എന്താ പറയുക അച്ചീവ് ഫ്രം ദിസ് എന്നൊക്കെ ഒരു തോന്നൽ. അതാണ് ഐ ലൈക്ക് സൈക്കോളജി ബിക്കോസ് ഓഫ് ദാറ്റ്. ഞാൻ 11th-ലും 12th-ലും സൈക്കോളജി എടുത്തിട്ടുണ്ടായിരുന്നു. ഐ യൂസ് ടു ലവ് ഇറ്റ്, ലൈക്ക് അതിന്റെ പ്രാക്ടിക്കലും and the concept of it, that's basically, it was really good. So I thought I'll just continue with it. That's it. Okay, all the best. Okay, അപ്പൊ എനിക്കൊന്ന് ഹെഡ്സെറ്റിന്റെ ആണോ ചെറിയൊരു ഇത് വരുന്നുണ്ടല്ലേ? Because I have. Okay, fine. Thank you, Nishita. Yeah. Okay, next. വരൂ മുന്നോട്ട് വരൂ. Hello. പറയൂ. Good evening to all. I am Sony Mathia from Thrissur. Okay. ചെറിയൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ ഞാൻ ഫിലോസഫി 2 വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് സൈക്കോളജിയുടെ സബ്ജക്റ്റുകളുണ്ട്. അപ്പോൾ അതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. സോണി, ക്യാമറ ഓൺ ചെയ്യാൻ പറ്റോ? ക്യാമറ ഓൺ. അപ്പൊ ഇന്നിപ്പോ വന്ന സ്റ്റുഡന്റ് ആണ്, പുതിയ സ്റ്റുഡന്റ് ആണ് അല്ലെ? നമ്മളിപ്പോ ഫസ്റ്റ് സെഷൻ ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഫസ്റ്റ് ഓറിയന്റേഷൻ ആണ്. ക്യാമറ ഓൺ ആണല്ലോ. ഇപ്പൊ ഓണാണ്. ഓക്കെ, അപ്പോ ഫിലോസഫി കഴിഞ്ഞപ്പോൾ അതിനകത്ത് സബ്ജക്റ്റ് ഉണ്ട്, സൈക്കോളജി ഉണ്ട്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് എന്താണ് സൂപ്പർ പവർ? എന്താണ് സൂപ്പർ പവർ കിട്ടിയാൽ മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്ത് ശരിക്കും ശരിക്കൊരു ബാല്യകാലം ഉണ്ടല്ലോ, ചൈൽഡ്ഹുഡ്. അപ്പം പിള്ളേർക്കെല്ലാം നഷ്ടമാകുന്ന ഒരു കാര്യം, അതിനകത്ത് പിള്ളേർ കുറെ മിസ്യൂസ് ചെയ്യുന്ന അങ്ങനെ കുറെ കാര്യങ്ങൾ പിള്ളേർക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു കളക്റ്റീവായിട്ട് ആ മക്കളെ ഒന്ന് മോട്ടിവേഷൻ കൊടുത്ത് അവരുടെ പ്രോബ്ലംസ് ഒന്ന് സോൾവ് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് നമുക്ക് സൂപ്പർ പവർ കിട്ടിയാൽ അവരെ എൻട്രിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. താങ്ക് യു. അപ്പൊ നമുക്ക് താങ്ക് യു സോണി.
അങ്ങനെയാണെങ്കിൽ നമുക്ക് നമുക്ക് ഇനി ഒരു ഗെയിം കളിച്ചാലോ? അതെ, ഗെയിം ജയ എത്തിയിട്ടുണ്ടോ? ജയ ലെഫ്റ്റ് ആയിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. ആണല്ലേ? കുഴപ്പമില്ല, നമുക്ക് ജയ വരുമ്പോഴേക്കത്തെ ഒരു ഗെയിം കളിക്കാം. ഓക്കെ. ആരും ജയ എടുത്ത് പറയാണ്ടിരുന്നാ മതി. ഗെയിംസ് ഉണ്ട്. ഓക്കെ. അപ്പൊ എന്താണ്, അപ്പൊ സ്ക്രീൻ ഒന്ന് ഗൗരി മാം ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഷെയർ ചെയ്യാമേ. എല്ലാരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, കുറച്ച് പേര് മാത്രമല്ല, എല്ലാരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് നമുക്കൊരു ഓക്കെ. അപ്പൊ എന്താണ് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത്? സ്ക്രീൻ ക്ലിയർ ആണോ മാം? യാ, സ്ക്രീൻ ക്ലിയർ ആണ്. ഓക്കെ. എന്താണ് നമ്മുടെ ഗെയിം? പറയൂ. അതെ, ടങ് ട്വിസ്റ്റർ. യാ. അപ്പൊ നമുക്ക് റെഡി അല്ലേ? എല്ലാരും നാവൊക്കെ വടിച്ച് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. അതെ. അപ്പൊ ഫസ്റ്റ് ഉള്ളത് വന്നോട്ടെ. ഓക്കെ. ആരാണ് ഫസ്റ്റ് വോളണ്ടിയർ ആയിട്ട് ആ ധൈര്യശാലി ഫസ്റ്റ് ആയിട്ട് വരുന്നത്? സ്പീഡിൽ പറയണം. ഒരു 4-3 പ്രാവശ്യം എങ്കിലും പറയണം. സ്പീഡിൽ പറയണം. ജെയ്സൺ വന്നിട്ടുണ്ട്. ജെയ്സൺ പറയൂ. ചരലുരുളുമ്പോൾ മണലുരുളൂല, മണലുരുളുമ്പോൾ ചരലുരുളൂല, 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 ചരലുരുളുമ്പോൾ മണലുരുളൂല, മണലുരുളുമ്പോൾ ചരലുരുളൂല. 5 തവണ പറഞ്ഞാൽ മതി. അതെ, 4-5 മതി കേട്ടാ. അയ്യോ, ആവേശാണ്, ഭയങ്കര ആവേശാണ്. പാളിപ്പോയെങ്കിലും മാക്സിമം നോക്കി ഭയങ്കര എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്തത് നോക്കാം. വിഷ്ണു മലയാളം ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിഷിത മലയാളം ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, നിങ്ങൾക്ക് ഉള്ളതുണ്ട്, കുറച്ച് അങ്ങോട്ട് വരുന്നുണ്ട്. ഇംഗ്ലീഷ് വരുന്ന സമയത്ത് നിങ്ങളോടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അതാ, ഇനി ആരാ ഇത് പറയാ ഇത് നോക്കാം. പറയുന്നത് ആരാണ്? ചെറുപയർ മണി ചെറുത്, ചെറുകിണർപ്പട ചെറുത്. ആരാണ്? ഞാൻ പറയട്ടെ. കവിത പറയൂ. ചെറുപയർമണി ചെറുത്, ചെറുകിണറ് പട ചെറുത്. 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 കുറച്ചുകൂടെ സ്പീഡ് പറയായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ഓക്കെ ആണ്. ഗുഡ്. ഇനി നെക്സ്റ്റ് വേറെ ആരെയും പറയുന്നുണ്ടോ? ഞാൻ പറയാം. ഓക്കെ, പറയൂ. ചെറുപയർമണി ചെറുത്, ചെറുകിണർ പട ചെറുത്. 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 ചെറുപയർ ചെറുത്. 4 പ്രാവശ്യം പറഞ്ഞാൽ മതി കേട്ടോ, 4 പ്രാവശ്യം. അടുത്തത് തരാം. ഇതിപ്പോ നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തതാണ്. പറഞ്ഞോളൂ. ആരാണ്? വരൂ, മുന്നോട്ട് വരൂ, കടന്നു വരൂ. മുന്നത്തെ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാന് ശരിക്കും മുഴുക്കും അത് പറ്റില്ല. അതെ, വരുന്നുണ്ട്, നിങ്ങൾക്കുള്ളതൊക്കെ വരുന്നുണ്ട്. ഓക്കെ. ആരും പറയുന്നില്ലേ? അതെന്തേ? മാം, ഞാൻ പറയാം. ഓക്കെ, പറഞ്ഞോ. സിബിത പറഞ്ഞോ. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേലൊരു ചെറുതരി കുരുമുളകുരുളും. 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 ഓ, മിടുക്കി. അടിപൊളി. താങ്ക് യു മാം. ഓക്കെ, ജെയ്സൺ എന്തോ പറയുന്നുണ്ടല്ലോ. ഓക്കെ, ജെയ്സൺ പറയണോ? ജെയ്സൺ പറയാൻ തയ്യാർ. പറഞ്ഞു നോക്കാം. തണ്ടിന്മേലൊരു ചെറുതരി കുരുമുളക് ഉരുളും. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേലൊരു ചെറുതരി കുരുമുളക് ഉരുളും. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേലൊരു ചെറുതരി കുരുമുളക് ഉരുളും. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേലൊരു ചെറുതരി കുരുമുളക് ഉരുളും. ജെയ്സൺ ഡെയിലി നാക്കോടിക്കാറുണ്ട്. അടുത്ത ആൾക്ക് അടുത്ത അവസരം തരാം. അല്ലെങ്കിൽ ജെയ്സൺ തന്നെ ഇതും കൂടി പറഞ്ഞോളൂ. ഇല്ല, ബാക്കിയുള്ള ആൾക്കാരും കൂടി പറയാട്ടോ. തീരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. കടന്നു വരൂ. നമ്മളുടെ ഷഹല പറയുന്നുണ്ട്.
ആശ ഷഹല കൊണ്ട് പറയൂ. ആശ കൊണ്ട് മൂസ തെങ്ങുമ്മേ കേറി അയ്യോ അങ്ങനല്ല, സ്പീഡില്. മടലടുപ്പിലായി മൂസ കിടപ്പിലായി. ആശ കൊണ്ട് മൂസ തെങ്ങുമ്മേ കേറി മടലടർന്നു വീണു മൂസ മലർന്നു വീണു മടലടുപ്പിലായി മൂസ കിടപ്പിലായി. ആശ കൊണ്ട് മൂസ തെങ്ങുമ്മേ കേറി മടലടർന്നു വീണു മൂസ മലർന്നു വീണു മടലടുപ്പിലായി മൂസ കിടപ്പിലായി. ആശ കൊണ്ട് മൂസ തെങ്ങുമ്മേ കേറി മടലടർന്നു വീണു മൂസ മലർന്നു വീണു മടലടുപ്പിലായി മൂസ കിടപ്പിലായി. ഓക്കെ, ഇനി ആരാണ്? സ്പീഡില്ലായിരുന്നു, എന്നാലും കുഴപ്പമില്ല അല്ലേ? അത് സ്പീഡ് പറയണം, എന്നാലേ നമുക്ക് ഇതിന്റെ ഒരു ഇത് കിട്ടുള്ളൂ. ടങ് ട്വിസ്റ്റേഴ്സ് വളരെ സ്പീഡ് പറയണം. നമ്മള് യൂട്യൂബിലൊക്കെ 2 സ്പീഡ് ഇല്ലേ, അതുപോലെ പറയണം. ഓക്കെ, ആരും അടുത്ത വരാത്ത ആരാണ്? സ്ഥിതിക്ക് അതാ നമുക്ക് അടുത്ത ആൾക്ക് അടുത്തത് കൊടുക്കാം. ഇത് സിമ്പിൾ ആണ്. ഉരുളുമ്പോൾ മലരുരുളില്ല. ഓക്കെ, നിങ്ങൾ ആരും പറഞ്ഞില്ലെങ്കിൽ ഹന മാം ഒറ്റയ്ക്ക് ഇതെല്ലാം പറയും. അതെ, ആരും പറയുന്നില്ലെന്നേ. ഹലോ ഹലോ സ്റ്റുഡൻസിന്റെ പേര് ഞാൻ വിളിക്കട്ടെ? ഇനി നമുക്ക് പറഞ്ഞോടാ, ആരോ പറയുന്നുണ്ട്. ആരോ പറയുന്നുണ്ട്. ഓക്കെ ഓപ്പോന്ന് പേര് കാണുന്നുണ്ട്, പേര് കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ ഹലോ പറഞ്ഞോ. ശ്യാമിലി എന്നാട്ടോ, ശ്യാമിലി. ശ്യാമിലി പറയൂ. ഉരലുരുളുമ്പോൾ മലരുരുളില്ല, ഉരലുരുളുമ്പോൾ മലരുരുളില്ല, ഉരലുരുളുമ്പോൾ മലരുരുളില്ല, ഉരലുരുളുമ്പോൾ മലരുരുളില്ല, ഉരലുരുളുമ്പോൾ മലരുരുളില്ല. ഓക്കെ, അടിപൊളി. അടുത്തത് പറഞ്ഞോ. ഉരുളുരുളുമ്പോൾ മലരുരുളില്ല, ഉരുളുരുളുമ്പോൾ മലരുരുളില്ല, ഉരുളുരുളുമ്പോൾ മലരുരുളില്ല. കുറച്ചുകൂടെ സ്പീഡ് ആവായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. ഓക്കെ, നെക്സ്റ്റ്. നമ്മുടെ പാർട്ടിസിപ്പൻസിൽ ഞാൻ കുറച്ച് പേരെ അങ്ങ് വിളിക്കട്ടെ. വിഷ്ണു ഉണ്ടോ? മാം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മലയാളം വായിക്കാൻ ശരിയാണ്. ഇംഗ്ലീഷ് വരട്ടെ, അപ്പൊ പറയാം. അപ്പൊ നമുക്ക് ഇനി പറയാത്ത ആൾക്കാരെ ഞാൻ ഒന്ന് വിളിക്കട്ടെ. ഐശ്വര്യ, അപർണ, നിങ്ങളൊക്കെ എവിടെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇവർക്ക് ഇംഗ്ലീഷ് വേണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇംഗ്ലീഷ് കൊടുക്കാം. വിഷ്ണു എവിടെ? വിഷ്ണു വരൂ. പറഞ്ഞോ. Give Papa a cup of proper coffee in a proper coffee cup. Give Papa a cup of proper coffee in a proper coffee cup. Give Papa a cup of coffee in a proper coffee cup. അതാ, ഇനി ആരാ ഇംഗ്ലീഷിൽ പടപരുതാൻ വരുന്നത്? നിഷിത. പടന്നല്ല, but I'll just try. Okay. Give Papa a cup of proper coffee in a Give Papa. Oh my God. Give Papa a cup of proper coffee in a copper cup. Oh, shush. Give Papa a cup of proper coffee in a copper coffee cup. Give Papa a cup of proper coffee in a copper coffee cup. Okay. അപ്പൊ നമുക്കിനി നെക്സ്റ്റ്. ഓക്കെ, എല്ലാരും ക്ഷീണിച്ച് കാണും. അതെ, ഇൻട്രൊഡക്ഷനിലേക്ക് പോവാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി കുറച്ച് പേരെ ഇനി പരിചയപ്പെടാം. ആരും വരുന്നില്ല കേട്ടോ, അപ്പൊ ഞാൻ വിളിക്കാൻ പോവാണ് കേട്ടോ. ഷീലാദേവി ഹാൻഡ് റൈസ്, ഷിജിന ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട് അല്ലേ? വരൂ ഷിജിന. ഓക്കെ, വരൂ, പറഞ്ഞോളൂ. ഹലോ മാം. ഹായ്. പറഞ്ഞോടാ. ഷിജിന ഫ്രം ബാംഗ്ലൂർ. അതെ, ഞാൻ ബാംഗ്ലൂരിലാണ്. ഇപ്പൊ സെറ്റിൽ ചെയ്തിരിക്കുന്ന ബാംഗ്ലൂരിലാണ്. നാട്ടില് മലപ്പുറം ഡിസ്ട്രിക്റ്റ് ആണ്. ഇപ്പൊ 23 years ആയിട്ട് ബാംഗ്ലൂരിലുണ്ട്. സൈക്കോളജി പഠിക്കാന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. എനിക്ക് സ്വയം പഠിക്കാനും മറ്റുള്ളവരുടെ മാനസിക പ്രശ്നങ്ങൾക്ക് എന്നെ കൊണ്ടാവുന്ന ഹെൽപ്പ് ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് സൈക്കോളജി എടുക്കാൻ തീരുമാനിച്ചത്. പിന്നെ അതാണോ ഷിജിനയുടെ സൂപ്പർ പവറും?
സൂപ്പർ പവർ കിട്ടാന്ന് പറഞ്ഞാൽ എനിക്ക് ആഗ്രഹം നമ്മുടെ ഹിന്ദി മൂവി PK മൂവിയിലെ ആമീർ ഖാന്റെ പവർ, അതായത് നമ്മളുടെ മറ്റുള്ളവരുടെ മനസ്സ് ഓക്കെ വായിക്കാനുള്ള ഒരു പവർ കിട്ടണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. മൈൻഡ് റീഡിങ്. അതെ, മൈൻഡ് റീഡിങ്. ഓക്കെ ആളുകളെ ശരിക്കും മനസ്സിലാക്കാൻ നമുക്ക് അതുകൊണ്ട് കഴിയും. ഒരു സൈക്കോളജിസ്റ്റ് ആണെങ്കിലും അവർക്ക് ശരിക്കുള്ള ഒരു സൊല്യൂഷൻ അവരുടെ പ്രോബ്ലമിന് കണ്ടെത്താനും എനിക്ക് കഴിയും. സോ അങ്ങനെ ഒരു സൂപ്പർ പവർ കിട്ടുകയാണെങ്കിൽ അതാണ് വേണ്ട സൂപ്പർ പവർ അല്ലേ? അതെ. താങ്ക് യു ഷിജന. വെൽക്കം. നെക്സ്റ്റ് നെഹീമയുണ്ടോ? നെഹീമ ഞാൻ പറഞ്ഞായിരുന്നു നഹീമ പറഞ്ഞായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഹലോ മാം, ഞാൻ ദിൽബി. ദിൽബി വരൂ. എനിക്ക് കാലിക്കറ്റ് നിന്നാണ് വരുന്നത്. ഓക്കെ, ഇത് എനിക്ക് സൈക്കോളജി ബേസിക്കലി ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആണ്. മൈൻഡ് റീഡ് ചെയ്യാനും അതിനൊക്കെ ഇഷ്ടമാണ്. അപ്പം ഇങ്ങനെ ഒരു കോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തെന്നുള്ളൂ. ഓക്കെ, മൈൻഡ് റീഡിംഗ് തന്നെയാണോ സൂപ്പർ പവർ വേണ്ടത്? എക്സാക്ട്ലി. ഓക്കെ 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 ദിൽബി. ഇനി നെക്സ്റ്റ് ഷീല സുരേഷ്. ഷീല ദേവി അല്ലേ? ഇല്ലേ ഷീല മാം? ഉണ്ടല്ലോ അല്ലേ? പറയൂ, പറഞ്ഞോളൂ. എനിക്ക് സൈക്കോളജി, ഞാൻ ഷീല നമ്മുടെ ഹോമിയോപ്പത്തിക് ഡോക്ടറാണ് ആള്. അപ്പൊ എനിക്ക് സൈക്കോളജി ഇഷ്ടമായിട്ടാണ് ഞാൻ എടുത്തത്. സൈക്കോളജി ഇഷ്ടമായതുകൊണ്ടാണ്. പിന്നെ സൂപ്പർ പവർ കിട്ടിയല്ലോ എനിക്കും ഫാമിലിനെ പോലെ തന്നെ പിറകെ വെച്ച് എവിടെ പെട്ടെന്ന് എവിടെ വിചാരിക്കുന്ന സ്ഥലത്തൊക്കെ എത്തണമെന്ന്. ഓക്കെ ഓക്കെ, അപ്പൊ ഓക്കെ, ക്യാമറ ഓൺ ചെയ്യാൻ പറ്റോ ഷീല മാം? എവിടെ? ഓക്കെ, കാണാം. എല്ലാരെയും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കാണാമല്ലോ അല്ലേ? താങ്ക് യു ഷീല മാം. നെക്സ്റ്റ് ഷംന ഹാൻഡ് റൈസ് ചെയ്തിരുന്നു. ഷംന. ഹലോ മാം, ഞാൻ ഷംന. ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് സൈക്കോളജി ഭയങ്കര ഇഷ്ടമായിരുന്നു. പണ്ട് മുതലേ പഠിക്കാൻ മറ്റുള്ളവരുടെ ഒക്കെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടായിരുന്നു ഞാൻ ജോയിൻ ചെയ്തത്. +2 ഞാൻ സൈക്കോളജി ബേസിലായിരുന്നു ജോയിൻ ചെയ്തിരുന്നത്. പിന്നെ കുറച്ചൊക്കെ ജോയിൻ ഗ്യാപ്പ് വന്നു. പിന്നെ എനിക്കിപ്പോ അവസരം കിട്ടിയപ്പോൾ ഞാൻ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യായിരുന്നു. പിന്നെ സൂപ്പർ പവർ എന്ന് വെച്ചാൽ എനിക്ക് ഇൻവിസിബിൾ ആവാൻ ഭയങ്കര ഇഷ്ടം. മറ്റുള്ളവർ നമ്മളെ പറ്റി എന്താ പറയുന്നതെന്നൊക്കെ അറിയാം. അങ്ങനെ എനിക്ക് ഇൻവിസിബിൾ ആവാൻ. എനിക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. ഇൻവിസിബിൾ ആവാൻ പറ്റണം എന്നാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ, നൈസ്. നെക്സ്റ്റ് ആരാണ്? ഹലോ മാം. വരൂ. എന്റെ പേര് ഐശ്വര്യ. ഇടുക്കിയിലെ തൊടുപുഴയിലാണ് എന്റെ വീട്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? പറയാം ഐശ്വര്യ, കേൾക്കാം. ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ സൈക്കോളജി പഠിച്ച കൂടുതൽ ബെനിഫിറ്റ് ആണെന്ന് കരുതിയിട്ടാണ് ഇതിന് ചേർന്നത്. പിന്നെ സൂപ്പർ പവർ കിട്ടുവാണെങ്കിൽ എല്ലാവരും പറഞ്ഞല്ലോ മൈൻഡ് റീഡിംഗ് ആണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതറിയാം, മൈൻഡ് റീഡിംഗ് കിട്ടുവാണെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാനൊക്കെ പറ്റൂലോ. അപ്പം അതാണ് കൂടുതൽ താല്പര്യം. സൂപ്പർ പവർ കിട്ടണം അതാണെന്നാണ് ആഗ്രഹം. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഐശ്വര്യ. സുവീന്റെ മ്യൂട്ട് ഇതായിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടേ. അത് എന്ത് പറ്റിയതാ? അത് ഞാൻ ഫോൺ എടുത്തിട്ടുണ്ട്, സെറ്റിംഗ്സിൽ തെറ്റി കിടക്കുകയായിരുന്നു. എന്റെ പേര് സുവിൻ. ഞാനിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൈക്കോളജി പഠിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 3-4 വർഷമായിട്ട് ഇപ്പൊ അങ്ങനെ കുറെ ചെറിയ ചെറിയ കോഴ്സുകളൊക്കെ ചെയ്തപ്പോ അങ്ങനെ നമ്മുടെ ഗ്രൂപ്പിലെ മെന്റലിസ്റ്റ് ആണ് കേട്ടോ. നമുക്ക് മെന്റലിസ്റ്റ് ഒക്കെ കുറച്ച് ട്രിക്കൊക്കെ ചോദിക്കാം.
അല്ലേ? നമുക്കൊരു മെന്റലിസ്റ്റ് ഷോ ഒക്കെ ചെയ്യിപ്പിക്കാം. ചെയ്യിക്കാം. അതെ, സെഷൻ ഇതൊക്കെ ഒക്കെ നോട്ട് ഉണ്ടല്ലോ. ചെയ്ത് വെച്ചോ നോട്ട് മാം. ചെയ്ത് വെച്ചോ, നോട്ട് ചെയ്ത് വെച്ചോ. അതെ, കാണുമ്പോൾ അങ്ങനെ ഒരു തെറ്റിപ്പെട്ട ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ തോന്നുന്നു സിറ്റുവേഷനിൽ തോന്നുന്നു ഒരുപാട് നമ്മുടെ സർക്കിളിലൊക്കെ ഒരുപാട് കുറെ എല്ലാവർക്കും ഒരുപാട് പ്രോബ്ലംസും പിന്നെ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്ന വോയിസ്? കേൾക്കുന്നുണ്ട്. അപ്പൊ ഒരു എന്ന് പറഞ്ഞ ഒരു സാധനം ആർക്കും ഹാപ്പിനെസ് എന്നൊന്നും പറഞ്ഞ ആർക്കും കുറെ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ മെയിൻലി ഇപ്പൊ UAE വർക്ക് ചെയ്യുന്നവർക്ക് വർക്ക് പ്രഷേഴ്സ് കൂടുതലാണ്. പിന്നെ ആരോടും അങ്ങനെ അവർക്ക് എന്ന് പറയാത്ത സിറ്റുവേഷൻ. അപ്പൊ ഇതിൽ ഇപ്പൊ ഈ ഷോ പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് കുറച്ച് പ്രാക്ടീസ് ഒക്കെ ചെയ്തു വന്നപ്പോൾ കുറെ ആൾക്കാർ ഈ മെന്റലിസം എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കണം സൈക്കോളജി റിലേറ്റഡ്. അപ്പൊ നമ്മൾ തന്നെ പറയും ചില സൈക്കോളജിക്കൽ എലമെന്റ്സ് യൂസ് ചെയ്തിട്ടാണ് മെന്റലിസം ചെയ്യുന്നത്. എക്സാക്ട്ലി മെന്റലിസം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മാജിക് ആണ്, നമ്മളൊരു ചെറിയൊരു ഗെയിമാണ്. അപ്പോൾ അത് നമ്മൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ജസ്റ്റ് ഞാൻ ഒരു സൈക്കോളജി പഠിക്കണം എന്ന് തോന്നി. പിന്നെ സൈക്കോളജിയുടെ കുറെ ഇങ്ങനെ പാരാസൈക്കോളജിയുടെ ഒക്കെ കുറെ വീഡിയോസും കുറെ ഇങ്ങനെ ചെറിയ കോഴ്സസും കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് ഇങ്ങനെ തോന്നി. അന്ന് മുതലേ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചു കാലം മുമ്പ് ശരിക്കും പറഞ്ഞാൽ ആർട്സ് റിലേറ്റഡ് അല്ലല്ലോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ BCom ആയിരുന്നു കഴിഞ്ഞത്. അപ്പൊ ഇത് സ്വിച്ച് ചെയ്യാൻ കുറച്ച് ടെക്നിക്കലി കുറച്ച് പ്രോബ്ലം ആയിരുന്നു. അപ്പൊ തോന്നി ഇപ്പൊ ചാൻസ് വന്നപ്പോ ഓക്കെ ഒന്ന് നോക്കാം. ഇപ്പോ എനിക്കറിയാം ഇപ്പൊ ഒരു അക്കാഡമിക് സിറ്റുവേഷന്റെ ഒരു കാലം എന്ന് വെച്ചാൽ ഒരു പീരീഡ് കഴിഞ്ഞു പോയി. പക്ഷെ എന്നാലും ഇനി വരുന്ന ഫ്യൂച്ചേഴ്സിൽ എങ്ങനെയുണ്ടാവും നോക്കാന്ന് വിചാരിച്ചിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളൂ. താങ്ക് യു. സൂപ്പർ പവർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി സൂപ്പർ പവർ എന്താണെന്ന് പറഞ്ഞില്ല. സൂപ്പർ പവർ നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും സൂപ്പർ പവർ ഉണ്ടാവും. കാരണം ഓട്ടോമാറ്റിക്കലി എല്ലാവരും ഉള്ളിലുണ്ട് ഒരു സൂപ്പർ പവർ. നമ്മളത് റിയലൈസ് അങ്ങനെ പറഞ്ഞ ഒഴിവായിക്കളഞ്ഞല്ലേ? ഓക്കെ, ശരിയാണ് സുബിൻ പറഞ്ഞ കറക്റ്റാണ്. ഓക്കെ, താങ്ക് യു സുബിൻ. താങ്ക് യു. നമുക്ക് ഇനി ഒരു ഗെയിം കളിച്ചാലോ മാം? ജയ വന്നായിരുന്നോ? ഞാൻ നോക്കട്ടെ, ഒരു മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ ജയ വരുമ്പോഴേക്കും നമുക്ക് ഇനി ഒരു ഗെയിം കൂടി കളിക്കാം. ജയ വരുമ്പോ നിങ്ങൾ ആരും പറയാണ്ടിരുന്നാ മതി. ഓക്കെ, അങ്ങനെ ഞാനൊന്ന് നോക്കട്ടെ. ആള് ഇല്ല. അപ്പോ നമ്മുടെ സമയം ഇതാണ് ഇപ്പം 8:20 ആയി. അതുകൊണ്ടാണ് നമുക്ക് ഗെയിം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതാ നമ്മളൊരു ഗെയിം കളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതെ, എന്താണ് എല്ലാരും ഒന്ന് പറഞ്ഞ എന്താ ഗെയിം? എന്തായിരിക്കും? പാട്ട് പാടുന്നതായിരിക്കും. അതെ, പാട്ട് പാടുന്ന ഗെയിമാണ്. അപ്പൊ എല്ലാരും പാട്ട് പാടാൻ റെഡി ആയിരിക്കണം. സിബിത ഒക്കെ റെഡി ആയിരിക്കാണ്. അതാ ഇത് ഏത് സോങ് ആണ്, ഏത് മൂവിയാണ് എന്നുള്ളതും പറയണം. ആരാണ് ഫസ്റ്റ് പറയാൻ പോകുന്നത്? ഫസ്റ്റ് ആരാണ് പറയുന്നത്? നഹീമ പറയുന്നുണ്ട്. എന്താണ്? എനിക്ക് സോങ് അറിയില്ല. മൂവി മേഘം എന്നുള്ള ഫിലിം അല്ലേ? സോങ് ആർക്കാ അറിയുന്നത്? തുമ്പയും തുളസി ആയിരിക്കും ചിലപ്പോ. പാടിക്കോളൂ. പാട്ട് അതിനാണ്. ഫസ്റ്റ് ലിറിക്സ് ഒന്ന് പറ. അതന്നെ പോരട്ടെ. എനിക്ക് ലിറിക്സ് അറിയില്ല അതിന്റെ, അതാണ് പ്രശ്നം. ഇതാണത്. പാടിക്കോ. ഓക്കെ. മഞ്ഞുകാലം നോക്കും കുഞ്ഞു പൂവിൻ കാതി കാറ്റുമൂളും പാട്ടിൻ പേരെന്ത്? മതിയോ? ഓ മതി. അടുത്തതിലോട്ട് പോട്ടെ. ഇത് ഏതാണ് പാട്ട്? ഇതിന്റെ ആദ്യത്തെ ഒന്നോ രണ്ടോ വരി പാടിയാലും മതി. മാം, തരളിതരാവിൽ മയങ്ങിയോ ആണോ പാട്ട്? പാടിക്കോളൂ. തരളിതരാവിൽ മയങ്ങിയോ സൂര്യമാനസം വഴിയറിയാതെ വിതുമ്പിയോ മേഘനൊമ്പരം. പോരെ? സൂപ്പർ, അടിപൊളി. താങ്ക് യു മാം. സിബിത ശരിക്കും റെഡി ആയിരുന്നു. ഇല്ല മാം, ഞാൻ മാഗി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് മാം. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് കേൾക്കുന്നതല്ലേ ഉള്ളൂ. 2 minutes മാജിക് ആയിരുന്നു തോന്നുന്നു. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ്, ഈ പാട്ട് പാടാൻ ധൈര്യമുള്ളവർ കടന്നു വരണം. പറയൂ.
യോദ്ധ ആ മൂവി. പാട്ട് ഏതാ? പാട്ടും കൂടി പാടും. അറിയാവോ? ആ ഓക്കെ, ഇതാണ്ട് ലൈൻസ് പാടിക്കോ. ചങ്കിരി പാക്കിരി മിക്കിരി അറിയാറ്. ലിറിക്സ് അത്ര മൈൻഡ് കിട്ടുന്നില്ല. ആ എന്നാലും ആരെങ്കിലും പാടാൻ ട്രൈ ചെയ്യാം. പടരാളി ചണ്ടി ചങ്കിരി പോർക്കിരി മാർക്കിരി ഭഗവതി അടിയനിട്ട് തലിപോടി നിത്തിരി കനിയണമേ പരമേളം ചെണ്ടച്ചേങ്കിരദ്യം കിണി മദ്ദളം അരമണി കിങ്ങിണി പലതാളം തകിട ആ മതി മതി ഓക്കെ. മതി. ഓക്കെ, നെക്സ്റ്റ്. ഇത് ഏത് പാട്ടിന്റെ മിഡിൽ വരുന്നതാണ്? പിച്ചകപ്പ് നാവുകൾക്കും അപ്പുറം. ആ ആ ആ സുബീൻ പറഞ്ഞിട്ടുണ്ട്. പാടിക്കോളൂ. പക്ഷെ ലിറിക്സ് അറിയില്ല. ആ ലിറിക്സ് വരും, അപ്പൊ വരും. ഗൗരി മാം എന്റെ ഈശ്വര. ആ ഉണ്ടടാ. വിടില്ല നമ്മൾ. പിച്ചകപ്പു കാവുകൾക്കും അപ്പുറം പവനത്രയും ഉരുകി വീണുപോയി പിച്ചളക്കുണുക്കുമിട്ടൊരിന്ധനം കടമെത്രയേകം എങ്ങുമാഞ്ഞു പോയി നീല തപസ്സിൽ മേഘപടത്തിൽ മേലേ വീണുടഞ്ഞു താഴികക്കുടം. എനിക്ക് എന്റെ കണ്ണട ഇല്ല എന്റെ കയ്യിൽ. അടിപൊളി. ഓക്കെ, ഗായകരൊക്കെ ഉണ്ട്. അതെ. ഇത് ലാസ്റ്റ് ആണേ, അതുകൊണ്ട് ആരാന്ന് വെച്ചാൽ വേഗം വന്ന് പാടിക്കോ. കാലാപാനി. ഓക്കെ, ജെയ്സണും സുബീനും ഒക്കെ തന്നെയാണ് ഉള്ളത്. ഓക്കെ, പറഞ്ഞോളൂ, ആരാണ് പാടുന്നത്? ലിറിക്സ് കാണിച്ചു തരുവാണ്, ട്രൈ ചെയ്യാം. മുഹമ്മദ് കുഞ്ഞി വന്നിട്ടുണ്ടായിരുന്നല്ലോ, പറയുന്നുണ്ടായിരുന്നു. എന്തോ പാടുന്നുണ്ടോ? ഓക്കെ, ജേസൺ പാടിക്കോളൂ. ആറ്റിറമ്പിലെ കൊമ്പിലെ തത്തമ്മി കളി തത്തമ്മി ഇല്ല ചൊല്ലാടി വേണ്ടാത്തതു മിണ്ടാതെടി കൂട്ടുകാരി കാട്ടുകുന്നിലെ തെങ്ങിലെ തേങ്കരിക്കിലെ തുള്ളി പോൽ തുള്ളാതെടി തുളുമ്പാതെടി തമ്പുരാട്ടി കൊഞ്ചാതെടി കുഞ്ഞാതെടി കുമ്പുകാരി. ഓക്കെ, ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മളുടെ ഗെയിം എങ്ങനെയുണ്ടായിരുന്നു? നമ്മുടെ പാട്ട് ഗെയിം ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ഉണ്ട്. അതെ, ഗായകന്മാരെയൊക്കെ കണ്ടുപിടിക്കാൻ. അതെ, പറയാ, എങ്ങനെയുണ്ട് ഗെയിം ഒക്കെ? എങ്ങനെയുണ്ട്? ഇഷ്ടായോ? അടിപൊളിയാണ്. അപ്പം എല്ലാരും ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. എല്ലാരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഇനി ലാസ്റ്റ് വരുന്ന ഗെയിമിൽ എല്ലാരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഓക്കെ, അതൊക്കെ എന്താണ്, സർപ്രൈസ് ആണ് അല്ലേ ഗൗരി മാം? അതെ. എന്നിട്ട് ഇവര് കുറെ അധികം പേര് മിണ്ടാതിരിക്കുകയാണല്ലോ. അതെ അതെ, കൊറേ ആൾക്കാരുണ്ട് മിണ്ടാതെ. ഓക്കെ മാം, പേര് വിളിച്ചിട്ടോളൂ. അതാണ് തോന്നുന്നത് അവരിങ്ങനെ ഒരു പുഷ് കിട്ടാതിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്താണെങ്കിലും മാം വിളിച്ചോളൂ. ഞാൻ പേര് വിളിക്കാം. അപ്പൊ ഷഹല ഉണ്ടോ? ഷഹല വന്നിരുന്നോ? സ്മിത ഉണ്ട്. സ്മിത പറയൂ. ഉണ്ട് മാം. ഹലോ, പറയൂ. പറഞ്ഞു. എന്റെ പേര് സ്മിത എന്നാണ്. ഞാൻ എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കര അടുത്താണ് താമസിക്കുന്നത്. മെഡിക്കൽ റെപ്പായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. ഞാൻ വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഞാൻ ആദ്യമായിട്ടാണ് എല്ലാവരും ആയിട്ട് ഇങ്ങനെ ഒരു ഇൻട്രോ ആണെങ്കിൽ പോലും ഇങ്ങനെ ഒരു കോൺടാക്റ്റിലേക്ക് വരുന്നത്. പിന്നെ സൈക്കോളജി എടുക്കാൻ, സൈക്കോളജി പറഞ്ഞ കണക്ക് സൂപ്പർ പവർ എന്ന പോലെ മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ അത് സൂപ്പർ പവർ എന്ന് പറയുന്നത് അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നതും ആഗ്രഹിക്കുന്നത്. സൂപ്പർ പവർ മറ്റുള്ളവരുടെ മൈൻഡ് വായിക്കാൻ പറ്റുക, അവർക്ക് സൈക്കോളജിയിലൂടെ നമുക്ക് ഒരു സൊല്യൂഷൻ, ഒരു ഓപ്പൺ ടോക്കിലൂടെ ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ അതൊരു ബെറ്റർ ഓപ്ഷൻ ആയിട്ട് തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. അപ്പൊ നെക്സ്റ്റ് ഞാൻ വിളിക്കാം. ദിബുരാജ് ഉണ്ടോ? അപർണ കൈയൊക്കെ ഇങ്ങനെ കൊടുത്ത് നോക്കിയിരിക്കുന്നുണ്ട്. അതെ, നമ്മളുടെ ഡിസംബർ ടു റിമെമ്പർ ഫസ്റ്റ് പ്രൈസുകാരിയാണ്. എവിടെ അപർണ? എവിടെ?
അത് അപർണ്ണുണ്ടോ? ഇത് കേൾക്കുന്നില്ലേ? ഹലോ. പറയൂ. കേൾക്കാം. ആ, എന്റെ പേര് അപർണ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂര് കൊടുങ്ങല്ലൂർ ഒരു ഭാഗത്ത്. സൗണ്ട് കുറഞ്ഞു പോയോ? കേൾക്കുന്നില്ലേ മിസ്സേ? ഇപ്പൊ കേൾക്കാം. സൈക്കോളജി എടുക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഡിഗ്രി എടുക്കണമെന്ന് തോന്നിയപ്പം കുറച്ചുകൂടിയും ഇൻട്രസ്റ്റ് തോന്നിയ ഒരു സബ്ജക്റ്റ് ആണ് സൈക്കോളജി. അപ്പൊ അങ്ങനെ സെലക്ട് ചെയ്തതാണ്. അപ്പൊ സൂപ്പർ പവറോ? സൂപ്പർ പവർ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാ എനിക്ക് ടൈം ട്രാവൽ ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തതാണ്. ടൈം ട്രാവൽ. നൈസ്. ഓക്കെ. അപ്പോ താങ്ക് യു. നമുക്ക് സജീന ഉണ്ടല്ലോ. സജീന പുതിയ സ്റ്റുഡന്റ് ആണ്. ആക്ച്വലി ഓൺബോർഡിംഗ് കഴിഞ്ഞില്ല, ഇന്ന് വന്ന സ്റ്റുഡന്റ് ആണ്. വരൂ, വെൽക്കം. ഓക്കെ, എന്റെ പേര് സജീന എന്നാണ്. എന്റെ നാട് പാലക്കാടാണ്. ഞാനിപ്പോ ഉള്ളത് UAE ദുബായിലാണ്. ഇവിടെ ഹൗസ് വൈഫായിട്ടാണ്. പിന്നെ എനിക്ക് സൈക്കോളജി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഒരു ഡിഗ്രിയും കൂടി എടുക്കണം എന്ന് തോന്നിയപ്പോ ഒന്ന് സൈക്കോളജി എടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് വന്നത്. പിന്നെ സൂപ്പർ പവർ എന്ന് പറയുന്നത് എല്ലാരും പറഞ്ഞ പോലെ എനിക്ക് മൈൻഡ് റീഡിങ് ഭയങ്കര ഇഷ്ടമാണ്. മറ്റുള്ളവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ മറ്റുള്ളവരെ മനസ്സിലാക്കി അവരുടെ ഇതിനനുസരിച്ച് പെരുമാറാനും ഇതിനൊക്കെ കഴിയുമല്ലോ എന്ന് ഓർക്കുമ്പോൾ മൈൻഡ് റീഡിങ് വേണമെന്നായിരുന്നു ആഗ്രഹം. നമുക്ക് മൈൻഡ് റീഡിങ് ചെയ്യാൻ പറ്റുമോ ആക്ച്വലി നമ്മൾ സൈക്കോളജിസ്റ്റുകാർക്ക്? ഇല്ല, ഫുള്ള് മൈൻഡ് റീഡിങ് എന്നല്ല, മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഒരു ഓക്കെ. ഇപ്പൊ നമുക്ക് കുറെ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടല്ലേ നമ്മളുടെ കോഴ്സിനെ ഇല്ല, പറ്റി. നമ്മളെ ഒരു അത് കേട്ടിട്ടുണ്ടായിരുന്നു മൈൻഡ് റീഡിങ് പറ്റില്ലാന്ന്. അതെ, ഫാന്റസി നെയിമാണ് സൈക്കോളജി എന്നൊക്കെ കേൾക്കുമ്പോൾ അയ്യോ എന്റെ മുഖം നോക്കിയാൽ വായിച്ചു കളയും എന്നൊക്കെ പറയും. അപ്പൊ നമുക്ക് കുറെയൊക്കെ നമ്മള് സൈക്കോളജി വിദ്യാർത്ഥികളായിട്ട് തന്നെ എന്താണ് ആ ഒരു അവയർനെസ് സൊസൈറ്റിയിലേക്ക് കൊടുക്കേണ്ട ആൾക്കാരാണ് നമ്മൾ, അല്ലെ? തീർച്ചയായും അതാ. അപ്പം നിങ്ങളത് സൂപ്പർ പവർ ആയിട്ട് തന്നെ വെച്ചേക്കണം കേട്ടോ. നമുക്കത് സൈക്കോളജിയിൽ അക്വയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കാര്യം സംശയമാണ്. നമുക്കിനി നമ്മള് സാധാരണ മനുഷ്യന്മാരാണ്, പ്ലസ് നമ്മളൊരു നമ്മുടെ ഒരു പ്രൊഫഷൻ ആണത്, അല്ലെ? അതെ, തീർച്ചയായും. നമ്മൾ അടുത്ത ആളെ വിളിക്കാം. മുഹമ്മദ് കുഞ്ഞി വന്നിട്ടുണ്ടോ? ഞാനും ഗൗരി ഒരുമിച്ചാണ് പറഞ്ഞത്. അതെ. ഓക്കെ. മുഹമ്മദ് കുഞ്ഞി എവിടെ? ഞാൻ നേരത്തെ കണ്ടു. വന്നിട്ടുണ്ട്. വരും, പറഞ്ഞോളൂ. ഫ്രം തളിപ്പറമ്പ. എവിടെ? തളിപ്പറമ്പ്. താളിപ്പറമ്പ്. ഞാനിങ്ങനെ പഠിക്കണം എന്നിങ്ങനെ ഉദ്ദേശിച്ച് നിൽക്കുമ്പോഴാണ് ഫേസ്ബുക്കിൽ നിങ്ങളുടെ പരസ്യം കണ്ടത്. അപ്പൊ അതിന് ഞാനിങ്ങനെ കുറെ കോഴ്സ് നോക്കിയപ്പോ പിന്നെ സാധാരണ ലാംഗ്വേജ് എല്ലാം കുറച്ച് അങ്ങനെ ഈസി ആയിട്ട്, പിന്നെ നന്ന കടുപ്പില്ലാത്തതും, പിന്നെ എനിക്ക് ചെറിയ മെന്റൽ പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാം കൂടി അതും എടുത്തിട്ടൊന്ന് നമുക്ക് കുറച്ച് പഠിക്കാൻ. പിന്നെ ഇത്രയും ഉദ്ദേശമില്ല. ഇപ്പൊ വയസ്സ് 10-67 പിന്നെ കുറച്ചും കൂടി ഇങ്ങനെ വെറുതെ വിഷ ടൈമിൽ ഒരു സമയം ഇങ്ങനെ കളയാൻ ചെയ്യാൻ മനസ്സിലാക്കുകയും ചെയ്യാലോ. അത് അങ്ങനെയുള്ള ഉദ്ദേശം. നമുക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആണ്. അത്രയും നമ്മള് സീനിയർ ആയിട്ട് നമ്മള് ഡിഗ്രി പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അത് നമ്മൾ എൻകറേജ് ചെയ്യേണ്ടതാണ്, അല്ലെ? തീർച്ചയായും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ് എല്ലാവരും. പഠനത്തിന് അങ്ങനെ പ്രായമൊന്നും ഇല്ല സാറ് തെളിയിച്ചിരിക്കുകയാണ്. എന്ന് പറയുന്നത് ഏത് പ്രായത്തിൽ വേണമെങ്കിലും നമുക്ക് പഠിക്കാം. ഞാന് 1975 പ്രീ ഡിഗ്രി കഴിഞ്ഞോ സെൻ ഗ്രൂപ്പ്. 2000 ആയി. അപ്പൊ എന്താ ചെറിയ ജോലിയൊക്കെ ചെയ്ത് 2000 ഒരു ഫ്രണ്ട് ഉണ്ട് MCA പഠിച്ചു. എന്നോട് പറഞ്ഞ എനിക്ക് ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടെ പഠിപ്പിക്കണമെന്ന്. അപ്പൊ എനിക്ക് കമ്പ്യൂട്ടറിനെ പറ്റി ഒന്നും അറിയില്ല. അതെന്തിനാ അവിടെ കൂട്ടിക്കൊണ്ട് പോയി. അന്നേരം ഡോസെല്ലാണല്ലോ, ആ ഡോസും ഇതെല്ലാം പറഞ്ഞാന്ന്. പിന്നെ ഇത് എന്താ പറയാ, MS ഓഫീസ് ഇങ്ങനെ കുറച്ച് തുറക്കുമ്പോഴേക്കും അവിടെ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂട്ടിപ്പോയി. പിന്നെ വേറൊരു നാഷണൽ കോളേജ് കോളേജ് ഉണ്ട്, അവിടെ ചേർന്ന് ഒരു 6 മാസത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ DTP എടുത്ത് പിന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറച്ചു കാലം പിന്നെ MS ഓഫീസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചിട്ട് അതിൽ ലോവർ പാസ്സായി. അപ്പൊ പൈസ കൊടുക്കാണ്ട് പാസ്സായി, കാരണം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ അതല്ല പഠിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇപ്പം ഇങ്ങനെ ഇപ്പൊ സൈക്കോളജിയിൽ എത്തി നിൽക്കുന്നു. സൂപ്പർ പവർ വേണോ? തീർച്ചയായും നമ്മളിങ്ങനെ വയസ്സായത് കൊണ്ട് എപ്പോഴും യുവാവായി നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹം. വെറൈറ്റി സൂപ്പർ പവർ ആണത്.
ഓക്കെ, നമ്മളെ ഏജിങ് എന്ന് പറയുന്നത് നമ്മളെല്ലാരും കടന്നു പോകുന്ന ഒരു സംഭവമാണ് അല്ലേ? അതെ. മുഹമ്മദ് കുഞ്ഞി മാത്രമല്ല, ഞാനും മുന്നിലിരിക്കുന്ന എല്ലാരും നമ്മളൊക്കെ വയസ്സായിക്കൊണ്ടേയിരിക്കുകയാണ്. അതെ. അപ്പൊ എന്തായാലും ആ ഒരു പ്രായത്തിൽ ഇത്ര എനർജറ്റിക് ആയിട്ട് നമ്മളടുത്ത് സംസാരിക്കുകയും എന്താണ് ഇതൊക്കെയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? നമുക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് ഇൻസ്പിറേഷൻ ആണ്. നിൽക്കുകയും ചെയ്തു. ഓക്കെ, അടുത്തത് താങ്ക് യു അഖിൽ സോ രാജ്. മച്ച്. അഖിൽ 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 അഖിലിതാ വീഡിയോ ഒക്കെ ഓണാക്കി സിറ്റ് ഔട്ടിൽ വന്നിരിക്കുകയാണ് പറയാനായിട്ട്. അതെ, ആ പ്രത്യേകിച്ച് പറഞ്ഞോ. പറയാനൊന്നും. ഞാൻ അഖിൽ രാജ്, നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നാണ്. ISRO-ലൊക്കെയാണ് വർക്ക് ചെയ്യുന്ന ആള്. ആ ചെയ്യുന്നു. എല്ലാരും നല്ല പ്രായമുള്ളവരാ, എന്റെ നല്ല പ്രായമുള്ളവരാണ്. മീറ്റ് ചെയ്തപ്പോ സന്തോഷമുണ്ട്. എനിക്ക് 21 വയസ്സായതേ ഉള്ളു. അയ്യോ, ഞാൻ എല്ലാ ഇവരൊക്കെ കൂട്ടത്തിൽ ഞാൻ ഭയങ്കര ചെറുതായി പോയോ എന്നൊരു ഡൗട്ടല്ലേ? ഇല്ല, ഞാൻ എന്ത് പറയണോന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പിന്നെ വലിയ പ്രതീക്ഷയൊന്നും അല്ല. എന്നുവെച്ചാ ജസ്റ്റ് ഒന്ന് പഠിക്കണം എന്ന് മാത്രം. അതിപ്പോ ഏത് സബ്ജക്ട് എടുത്ത് പഠിക്കണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ സൈക്കോളജി എന്നുള്ള ഒരു സബ്ജക്ട് ഇങ്ങനെ കണ്ട് അങ്ങോട്ട് തിരഞ്ഞു നോക്കിയപ്പോ കണ്ട്. അപ്പൊ കൊള്ളാം നോക്കിയില്ല, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ലായിരുന്നു. പിന്നെ നോക്കിയപ്പം എടുക്കാന്ന് വിചാരിച്ച്, എന്തായാലും പഠിക്കാന്ന് വിചാരിച്ച്. എനിക്കപ്പോ വലിയ ലക്ഷ്യങ്ങളില്ല. ഒരു ഡിഗ്രി പറയാൻ വേണ്ടി ഒരു ഡിഗ്രി അത്രേ ഉള്ളു. വെച്ചിട്ട് വേറെ ഒന്നും ചെയ്യാനില്ല. ഒന്ന് പഠിക്കണമെന്ന് വേണ്ടി മാത്രം, അത്രേ ഉള്ളു. ഇപ്പൊ ഇതിനെ ഏത് വിഷയം ജോലിയുടെ കിട്ടിയാലും കൂടെ വലിയ പഠിക്കുക. ആഗ്രഹങ്ങളൊന്നും ഇല്ല. നമുക്ക് അങ്ങനെ വലിയ ചെറുതായിട്ടൊന്ന് പോയാൽ മതി. ആഗ്രഹങ്ങൾ വളരെ എളിമയുള്ള ഒരു മനുഷ്യനാണ്. അതെ. എന്തും മനുഷ്യനൊന്നും അല്ല. സൂപ്പർ ഓക്കെ, പവർ എന്ന് ചോദിച്ചാ ഇപ്പൊ എന്റെ ഒരു കാഴ്ചപ്പാടിലെന്ന് പറയുമ്പം ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക. ഇപ്പൊ നമ്മുടെ കേരളത്തില് പൊതുവേ എന്ന് പറഞ്ഞാൽ എല്ലാരും പഠിച്ചിട്ടുണ്ട്, പക്ഷെ ആർക്കും അതിനകത്തുള്ള ജോലി ആർക്കും കിട്ടുന്നില്ല, ആരും അന്വേഷിക്കുന്നുമില്ല. അപ്പൊ നമ്മളൊരു കമ്മ്യൂണിറ്റി കണക്ക് പിന്നെ എല്ലാവർക്കും ഒരു പൊതുവേ കേരളത്തിൽ ഇൻഡസ്ട്രി മേഖലകളോ അങ്ങനെ ഒന്നുമില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള നമ്മളെ പോലത്തുള്ള സ്റ്റുഡൻസും കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും മെച്ചൂർ ആയിട്ടുള്ള ഓരോ ആൾക്കാരും ഈ പാർട്ടി ഭേദവും അങ്ങനെ ഒന്നും ഇല്ലാതെ, ജാതി മതം ഒന്നും ഇല്ലാതെ തുല്യരായിട്ട് കാണാൻ പറ്റുന്ന മുന്നോട്ട് വന്ന് എല്ലാരും കൂടെ ഒരു കൈ ചേർന്ന് അവർക്ക് ഓരോന്നോരോന്നിട്ടുള്ള പുതിയ തലമുറയ്ക്ക് വരാനായിട്ട്. ഇപ്പൊ ഞാനൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ, എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ISRO ജോലി ചെയ്യുന്നതാണ്, ആസ് എ കോൺട്രാക്ട് എംപ്ലോയി. അപ്പം ഞാൻ ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, സർവീസ് സെന്ററിൽ ഞാൻ ITA മെക്കാനിക്കാ പഠിച്ചത്. MME മോട്ടോർ വെഹിക്കിളാ, മെക്കാനിക് മോട്ടോർ വെഹിക്കിളാ പഠിച്ചത്. അപ്പൊ മെക്കാനിക്കാണ്, എന്റെ അച്ഛനും മെക്കാനിക്കാണ്, ഞാനും മെക്കാനിക്കാണ്, ചേട്ടനും മെക്കാനിക്കാണ്. അപ്പൊ നമ്മള് മെക്കാനിക്ക് തന്നെ ഫുള്ളും മെയിൻറ്റെയിൻ ചെയ്ത് പോണം. അപ്പൊ ഞാൻ ഈ ISRO ഇനിയിപ്പോ കഴിഞ്ഞിറങ്ങുമ്പം ഫുള്ള് സർവീസ് സെന്ററാ. പക്ഷെ നമ്മൾ സർവീസ് സെന്റർ കയറിയിട്ടും ഞാൻ എക്സ്പീരിയൻസ് ഉള്ള ആളായാലും പോയാലും 8,000 9,000 അത്രയൊക്കെയുള്ള സാലറി മാത്രമേ എനിക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതെന്തുകൊണ്ട് ആരും ഇതിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. എല്ലാരും വെളിയിലോട്ട് അബ്രോഡ് എല്ലാരും പോകുന്നുണ്ട്. നമ്മളെ നാട്ടിൽ നിന്ന് നമുക്കൊരു നല്ലൊരു വരുമാനം പറഞ്ഞു വന്നത്. എല്ലാരും നല്ലോണം എല്ലാ ഒരു നമ്മളെ ഈ സൊസൈറ്റിയെ കാഴ്ചപ്പാടെല്ലാം മാറിയിട്ട് എല്ലാവരും ഒന്ന് ഒത്തൊരുമയായിട്ട് നിന്നിട്ട് അവർക്കുള്ള എന്നുവെച്ചാൽ ഈ പുതിയ ആൾക്കാർ, പുതിയ തലമുറകൾ വരുന്നവർക്ക് അവരെ കൂടെ നിന്ന് പിന്തുണച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള എന്താണോ അത് ചെയ്തു കൊടുക്കുന്ന മാത്രമേ. ഒരു സൂപ്പർ പവർ കിട്ടിയാൽ എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഒറ്റയ്ക്കൊന്നും ഇറങ്ങിയാലൊന്നും കിട്ടത്തില്ല, ആരെങ്കിലും തല്ലിക്കൊല്ലും. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അതുപോലെ നോക്കാന്നേ. അതെ. അപ്പം എല്ലാരും പല ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ്, അപ്പൊ എല്ലാവർക്കും ഒറ്റ സൂപ്പർ പവർ കിട്ടുകയാണെങ്കിൽ എല്ലാരും കൂടെ വിചാരിച്ച എല്ലാ കാര്യങ്ങളും നടക്കൂലേ. ഒരാള് ഞാൻ മാത്രം വിചാരിച്ച നടക്കത്തില്ല. അപ്പൊ ആരും കേൾക്കത്തില്ല, ചെവി കൊള്ളത്തില്ല. മനസ്സിലായില്ലേ? ഞാനിപ്പോ എന്റെ ഒരു അനുഭവം പറഞ്ഞതാ. ഞാനൊക്കെ ഇപ്പൊ ഇനി ഇത് കഴിഞ്ഞിറങ്ങിയാലും വലിയൊരു സാലറി എക്സ്പെക്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. പിന്നെ 4-5 കൊല്ലം ഞാൻ ഇവിടേക്ക് നിന്ന് എക്സ്പീരിയൻസ് ആയിട്ട് എടുത്ത് പിന്നെ വെളിയിൽ പോയി അവിടെ പോയി നമ്മള് പൈസ സമ്പാദിച്ച് പറയാനൊന്നുമില്ല. ഇത്രയൊക്കെ ഉള്ളു പറയാനായിട്ട്. എല്ലാരും ഒരു പല ആഗ്രഹങ്ങള് ഇപ്പൊ നാടിന്റെ എന്താണ് പ്രശ്നം അതെല്ലാരും നോക്കി വെച്ചിട്ട് എല്ലാരും സൂപ്പർ പവറൊക്കെ അതിലൊക്കെ ഉപയോഗിച്ച് എല്ലാരെയൊക്കെ രക്ഷപ്പെടുത്തുന്നു എന്റെ ഒരു നല്ല ആഗ്രഹമുണ്ട്. സൂപ്പർ പവർ തന്നെ. ഓക്കെ, അപ്പോ ഇതാണ്, അതായത് നമ്മളൊരു ഈ ഒബ്ജക്ട്സിന്റെ
പേരോ അല്ലെങ്കിൽ ഫസ്റ്റ് ലെറ്ററോ കാണിക്കും. ആ ഫസ്റ്റ് ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒബ്ജക്റ്റ് നിങ്ങളുടെ അടുത്ത ചുറ്റിപ്പറ്റി തന്നെ ഉണ്ടാവും. നിങ്ങളുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് കൊണ്ടുവന്ന് നമ്മൾ ക്യാമറയിൽ ഇങ്ങനെ കാണിക്കണം. ഫസ്റ്റ് കാണിച്ചു തരാം, ഒരു ട്രയൽ പോലെ. ഫസ്റ്റ് ഒന്ന് ഗൗരി മാം ഒന്ന് ചെയ്യൂ. ബുക്ക്, നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ബുക്ക് ഉണ്ടോ? ആരാണ് ഫസ്റ്റ്? ആ ഷിജിന വന്നിട്ടുണ്ട്, ബുക്ക് എടുത്ത് കാണിച്ചിട്ടുണ്ട്. ഐശ്വര്യ, കവിത, ലിജി, രാകേഷ് കാണിച്ചിട്ട് എല്ലാരും പഠിപ്പിസ്റ്റുകളാണ് കേട്ടോ. എല്ലാരും കയ്യിലും ബുക്കുണ്ട്. ഓൺ ദി സ്പോട്ട് ബുക്ക് കാണിച്ചിട്ടുണ്ട്. അപർണ, ദിൽബി, സുബീൻ, ബുക്ക് എവിടെ? ബുക്കില്ല, ബുക്കില്ല നമ്മളെ. ഓക്കെ, സോണി, എല്ലാരും കാണിച്ചിട്ടുണ്ട്. യെസ്, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്കും കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. കപ്പ്, ഓടുന്നുണ്ട്, പലരും ഓടുന്നുണ്ട്. ഷാജു കാണിച്ചിട്ടുണ്ട്. അയ്യോ, ക്യാമറ ഒക്കെ കൊണ്ട് ഓടാണ് പലരും. ഓടി വന്നിട്ടുണ്ട്. യെസ്, ഷിജന, വിഷ്ണു, അപർണ കിട്ടിയില്ല. ദിൽബി എവിടെ? ദിൽബിയെ കാണുന്നേ ഇല്ല. വന്നിട്ടുണ്ട്. യെസ്, എല്ലാരും. സോണിക്ക് കിട്ടിയില്ല. ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ, അഫീദ കിട്ടിയിട്ടുണ്ട്. നിഷിതക്ക് കിട്ടിയില്ല എന്ന് തോന്നുന്നു അല്ലേ? ഷീല മാമിന് കിട്ടിയില്ല. കപ്പ് കിച്ചണിലുണ്ടോ? കൊറേ കപ്പ് കാണിക്കുന്നുണ്ട്. നിഷിത, കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കബേർഡ് കാണിച്ചു തരും നമുക്ക്. ഓക്കെ ഓക്കെ, ഗ്രാബ് സംതിങ് ദാറ്റ് ഹാസ് ബട്ടൺസ്. ബട്ടൺസ് ഉള്ളത് ഷർട്ട്, ഡ്രസ് തന്നെ കാണിക്കാണ്. ഓക്കെ, ഡ്രസ്സിൽ ബട്ടൺ ഉള്ളത് കൊണ്ട്. യെസ്, വിഷ്ണു, ബട്ടൺ എവിടെ? ഓക്കെ, സജീന കാണിച്ചിട്ടുണ്ട്. പലരും, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. റിമോട്ടൊക്കെ വന്ന് കാണിക്കുന്നുണ്ട്. ലിജി, ജേസൺ, ബട്ടൺ കിട്ടിയോ? ഷർട്ടിലുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കണ്ണട. അതാ മുന്നേ ഷാജു തോമസിന്റെ, കവിത ഒക്കെ കണ്ണട ഉള്ള ആൾക്കാരാണ്. ഷിജന, നിഷിത, ബാക്കിയുള്ള ആൾക്കാർ കണ്ണടക്ക് പോവാണ്. ഓക്കെ, സോണി, അഫീദ, ഓക്കെ, ഷീല മാം, ഓക്കെ ഓക്കെ. നെക്സ്റ്റ് വുഡ്, മരം കൊണ്ടുണ്ടാക്കിയ എന്തെങ്കിലും ഒരു സാധനം, തടി കൊണ്ടുണ്ടാക്കിയ എന്തെങ്കിലും ഒരു സംഭവം. എല്ലാരും ഓടാൻ പോവുകയാണ്. അഖിൽരാജ്, തൊട്ടടുത്ത് മരം ഉണ്ടെങ്കിൽ അത് കാണിക്കുന്നു. പുറത്താണുള്ളത് തോന്നുന്നു. ക്ലോക്ക് അല്ലേ? അത് കവിത, അത് ക്ലോക്ക് ആണ്. അതെന്താണ്? ജെയ്സൺ എന്താണ് കാണിക്കുന്നത്? കുരിശ്, കൊന്തയാണോ? ഓക്കെ. ഷാജുവിന് കിട്ടിയില്ല. ഐശ്വര്യ എവിടെ പോയി? കൊന്ത ഷാജു കൊന്താണ്. എല്ലാരും കൊന്തയിൽ പിടിച്ചിട്ടുണ്ട്. ചീർപ്പൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി ചാർജർ. ചാർജർ കിട്ടിയിട്ടുണ്ട്. സജീന കിട്ടിയിട്ടുണ്ട്. ഷീല, യെസ്, ചാർജർ. എല്ലാവരുടെ അടുത്തും ചാർജർ ഉണ്ട്. ലിജിക്ക് ചാർജർ കിട്ടിയില്ല. അയ്യോ, ചാർജർ എവിടെയോ മറന്നു. മുഹമ്മദ് കുഞ്ഞി, ചാർജർ കയ്യില്. യെസ് യെസ് യെസ്, എല്ലാരും. ഓക്കെ, ഇനി നെക്സ്റ്റ് സംതിങ് ദാറ്റ് ഇസ് റെഡ് ഇൻ കളർ. അതെന്താണ്? പെന്നാണോ ഷാജു? ഐശ്വര്യ കത്രിക ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇനി ജെയ്സൺ ഒന്നും കിട്ടിയില്ല, ഇങ്ങനെ ഇരിക്കാണ്. റെഡ്, അതെന്താണ്? വിഷ്ണു, പെൻ. ഓക്കെ ഓക്കെ. ഷാമിലി കാണിക്കുന്നുണ്ട്. എന്താണത്? പെന്നൊക്കെ വെച്ചിട്ടുള്ള സാധനം. സജീന, പാക്കറ്റ്. ഓക്കെ, നെയ്മാക്ക് കിട്ടിയിട്ടുണ്ട്. ഷംനാക്ക് കിട്ടിയിട്ടില്ല. ഷീല മാം, ഓക്കെ. റെഡ് സ്വിച്ച് ഉള്ള റിമോട്ട്, വെരി ഗുഡ്. ഓക്കെ, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ബോട്ടിൽ വാട്ടർ. കിച്ചണിലേക്ക് ഓടിക്കോളൂ. വിഷ്ണു മുന്നിൽ തന്നെ ഉണ്ട്. ഓക്കെ, ഐശ്വര്യ. ഓക്കെ ഓക്കെ. സുബീൻ വല്ലാതെ എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ബോട്ടിൽ വെള്ളം ഉണ്ടോ അടുത്ത്? ഷാജു കിട്ടിയിട്ടുണ്ട്.
യെസ് ബോട്ടിൽ വെള്ളം ഉണ്ട്. യാ സുബിന് കിട്ടിയിട്ടുണ്ട്, ദിൽപിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ ഓക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഓടിപ്പോയി എടുത്തിട്ടുണ്ട്. ഷിജിനൊക്കെ ഓടിപ്പോയി എടുത്തു വെച്ചിട്ടുണ്ട്. അയ്യോ തളർന്നു വന്നിരിക്കുകയാണ്. അപ്പൊ ഇനി സ്കെച്ച് പെൻ കുട്ടികളെ അടുത്തൊക്കെ കടം വാങ്ങിച്ചിട്ട് തൽക്കാലം കാണിച്ചു കൊടുക്കൂ. ഇല്ല ആരടുത്ത് സ്കെച്ച് പെൻ ഇല്ല. അയ്യോ പാവം. പിന്നില്ല മാം. ആ അതാ ഐശ്വര്യക്ക് സ്കെച്ച് പെൻ മാർക്കർ കിട്ടിയിട്ടുണ്ട്. ആ മാർക്കർ പെൻസിലുണ്ട്. പെൻസിലാണ്. പെൻസിലെങ്കിൽ പെൻസിൽ ഓക്കെ അല്ലേ. നമുക്ക് എന്താണ് നമ്മുടെ അടുത്തുള്ളത് അതാണ്. ഓക്കെ വേറെ ആരുടെ അടുത്തൊന്നും കിട്ടിയിട്ടില്ല അല്ലേ. സ്കെച്ച് കിട്ടിയിട്ടില്ല. ആ കവിത, ഷാജു. യെസ് യെസ് യെസ്. ഷാർപ്പ്, സംതിങ് ഷാർപ്പ്. ഷാർപ്പ് ആയിട്ടുള്ള എന്തെങ്കിലും. ആ കത്തി ഷിജിന. ഓക്കെ വേറെ സ്റ്റാപ്ലർ പെൻ. ആ അതെന്താണ്? സ്റ്റാപ്പിലർ ആണ്. ഓക്കെ കത്തി. പിന്നെ ജേസൺ എന്താണ്? സ്ക്രൂ ഡ്രൈവർ ആണോ? സൈഡ് ഷാർപ്പ്. ഓക്കെ ആ ഹാ ഹാ. ഇനി കത്രിക, കത്തി. എന്റെ അമ്മോ. ഓക്കെ ഇനി എന്താണ്? ആൾക്കാരൊന്നും കാണുന്നില്ല. ഓക്കെ ഇനി ചാർജ്, ഹെഡ്സെറ്റ്. കയ്യിൽ ഹെഡ്സെറ്റും പിടിച്ച് കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഐശ്വര്യ മുന്നിൽ തന്നെ. അതാ ഇത് ലാസ്റ്റിലത്തെയാണ്. അതുവരെ ഇത് ആര് കാണിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വേഗം ഹെഡ്സെറ്റ് ഒക്കെ ആയിട്ട് വാട്ടോ. അതെ അതെ ഹെഡ്സെറ്റ് എല്ലാവർക്കും കിട്ടിയോ? യാ യെസ് യെസ്. ഷീലാദേവി കിട്ടിയില്ല. സോറി. എല്ലാരും ഓടി തളർന്നെന്ന് തോന്നുന്നല്ലോ. അതെ അതെ തളർന്നു. ഷിജിനൊക്കെ തളർന്നിട്ടുണ്ട്. കിച്ചണിലേക്ക് ഓടിയ ആൾക്കാരുണ്ടോ? ഓക്കെ ഹെഡ്സെറ്റ് കിട്ടിയിട്ടുണ്ട്. ലിജിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ? ആ അതെ അതെ ഓക്കെ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ ഗെയിം? ലാസ്റ്റ് ഗെയിം പറയൂ. അടിപൊളിയാണ്. എല്ലാവർക്കും ഇഷ്ടായോ? ഇഷ്ടായി. ഓക്കെ താങ്ക് യു. ഇനിയിപ്പോ നമുക്ക് നമ്മളുടെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് നമുക്കൊരു ഇങ്ങനെ ഒരു ഇൻഫോർമൽ ആയിട്ട് ആണ് നമുക്ക് ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിക്ക് വെക്കുന്നത്. അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളുടെ ഈ ഒരു സെഷൻ എന്നുള്ളത്? നിങ്ങൾ എന്താണ് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് പറയണം. ആരാണ് ഫീഡ്ബാക്ക് പറയാൻ വരുന്നത്? നമ്മള് വലിയൊരു കാര്യമാണ് അല്ലെ. നമ്മൾ പല പല സ്ഥലങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഒരുമിച്ച് ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ്. നമ്മൾ ഗെയിംസ് ഒക്കെ കണ്ടക്ട് ചെയ്തു, പാർട്ടിസിപ്പേറ്റ് ചെയ്തു, പാട്ടൊക്കെ പാടി. എന്താണ് നല്ലൊരു അല്ലേ. അപ്പൊ എന്താണ് ഫീഡ്ബാക്ക് ഒക്കെ പറയാനുണ്ടോ? ആരെങ്കിലും ഒക്കെ മുന്നോട്ട് വരും ഫീഡ്ബാക്ക് പറയാനായിട്ട്. എന്താണ് നിങ്ങൾക്ക് തോന്നിയത് ഈ ഒരു മീറ്റിങ്ങിനെ പറ്റിയിട്ട് പറയാനുള്ളത്? പറയട്ടെ. പറഞ്ഞോളൂ. മാം എന്നെ സംബന്ധിച്ച് ഞാൻ ഓൺലൈൻ ക്ലാസ് ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. കാരണം ഇങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ്സിനെ പറ്റിയിട്ട് ഞങ്ങൾക്ക് കോളേജിലായിരുന്ന ടൈമിൽ ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉണ്ട്. എന്നാലും ഇത്രയും ഡിഫറെന്റ് ഏജിലുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ കാണുന്നതും, കാരണം നമ്മുടെ അതേ രീതിയിൽ അവരും ഈ ഗെയിമൊക്കെ ചെയ്യുന്നതും കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എന്നെക്കാളും ഒരുപാട് ഏജുള്ള ആൾക്കാരുണ്ട്, ഏജ് കുറവുള്ള ആൾക്കാരുണ്ട്. ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ മനസ്സ് ഒന്ന് എന്താണ് റിലാക്സ് ആയ ഒരു ഫീല് കിട്ടുന്നുണ്ട് ഈ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോ. പിന്നെ വേറെ എന്താന്ന് വെച്ചാല് ഇനി നമുക്ക് ഇവരായിട്ടുള്ള കോണ്ടാക്ട് വേറെ ഒന്നും ഇല്ലാന്ന് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം തോന്നുന്നത്. കാരണം നമുക്ക് എനിക്ക് അതിൽ ആരെ അറിയില്ല. മാമിനെ മാത്രമേ അറിയുള്ളൂ പേഴ്സണലായിട്ട്. വേറെ ആരെ അറിയില്ല. അപ്പം അവരൊക്കെ ഇനിയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ഒത്തിരി സന്തോഷം. എന്തായാലും ഈ ഒരു ഇത്രയും ടൈം കൊണ്ട് എനിക്ക് ലാസ്റ്റ് ആയപ്പോ പറ്റിയില്ല, കാരണം മോളും കൂടെ ഉണ്ടായിരുന്നോണ്ട്. എന്നാലും ഞാൻ കുറെ കിട്ടിയിട്ടുണ്ടായിരുന്നു. താങ്ക് യു സിബിത. താങ്ക്സ് മാം. വേറെ ആരെങ്കിലും? ലിജി പറയാമോ? ഓക്കെ ലിജി പറയുന്നുണ്ടായിരുന്നോ? ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഒമാനിലാണ് ഇപ്പോ. മാരേജ് കഴിഞ്ഞിട്ട് വന്നതാണ്. പിന്നെ അങ്ങനെ എന്താ പറയാ പഠിത്തത്തിനെ പറ്റി അപ്പൊ ഡിഗ്രി ചെയ്യണം തോന്നി. അപ്പൊ ജസ്റ്റ് നോക്കിയപ്പോ അങ്ങനെ എടുത്തതാണ് ഫിലോസഫി. വേറെ ഒന്നുമില്ല. വേറെ ഒരു ഫണ്ണായിട്ടായിരുന്നു അതിപ്പം. എങ്ങനെ എനിക്കും അതായത് ഫസ്റ്റ് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട്.
അതെ. അപ്പൊ എന്താണ് നമ്മുടെ സെഷനെ പറ്റി എന്താണ് പറയാനുള്ളത്? അത് തന്നെയാ പറഞ്ഞ സെഷൻ. എനിക്ക് അതാ പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ഈ പറഞ്ഞ പോലെ പല ഏജിലുള്ള അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നു മീൻസ് എന്നെ പോലെ ആരെങ്കിലും അങ്ങനെ ഇതിപ്പോ മക്കളാണെങ്കിലും പഠിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ വന്നതാണ്. അപ്പൊ അങ്ങനത്തെ ഒന്നുമില്ല. എല്ലാരും ഓരോരോ അവരുടേതായിട്ടുള്ള കെയറും ഇതൊക്കെ ആയിട്ട് പല പല ഏജസിലുള്ളവര് എന്റെ ക്ലാസ്മേറ്റ് ആണെന്ന് പറഞ്ഞ അങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. ഓക്കെ, താങ്ക് യു. നിഷിത ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട് അല്ലേ? വീഡിയോ ഒന്ന് ഓണാക്കോ നിഷിത. വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുമോ? സോറി ഹാൻഡ് റൈസ് ചെയ്താല് എല്ലാരും ഏജ് ഡിഫറൻസിനെ പറ്റിട്ട് പറയണേ. ലൈക്ക് ചെറിയ 24, 23 ആ കോളേജ് കുട്ടികളും പറയുന്നുണ്ട്. എന്തോ ഒരു എനിക്കൊരു തോന്നിയൊരു ഇൻഫീരിയോറിറ്റി ആണോന്ന് എനിക്കറിയില്ല. ആ ഒരു ഡിഫറൻസിയേഷൻ എവിടെയും കൊണ്ട് എനിക്ക് ഫീൽ ചെയ്തു. സ്റ്റഡിങ് വിത്ത് ദി ഓൾ പീപ്പിൾ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ എന്റെ ചിന്താഗതി ആയിരിക്കും, പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ഏജിൽ കുത്തി നോക്കുമ്പോൾ എനിക്ക് ഹർട്ടാവുന്നുണ്ട്. അങ്ങനെയില്ല യഥാർത്ഥത്തില്. ഓൾ ഡിഫറെന്റ് ഏജസ് ആകുമ്പോ അതൊരു രസമാണ്, അതൊരു അതെ, അതാണ് അതിന്റെ ഫൺ. ലൈക്ക് അത് മനസ്സിലാക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തേക്കുന്നത്. നിറയെ ഡബിൾ ആയിട്ടുള്ള ഒരു തോട്ട് ഉണ്ട്. നേരത്തെ കുട്ടി പറഞ്ഞു ഇത്രയും കുറെ പ്രായമുള്ള ആൾക്കാർ പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പൊ ഒരു കുട്ടിയും പറഞ്ഞു അങ്ങനെ ഒരു എന്തോ ഒരു. പക്ഷെ ഇറ്റ് വാസ് റിയലി ഫൺ. ലാസ്റ്റ് ഗെയിം എനിക്ക് നല്ല ഇഷ്ടമായി. താങ്ക് യു. ഓക്കെ, ഇനി വേറെ ആരെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? മിസ് നല്ലൊരു ഓറിയന്റേഷൻ പ്രോഗ്രാം ആയിരുന്നു. എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റി. ഗെയിംസും ടങ് ട്വിസ്റ്റേഴ്സും ഒക്കെ വളരെ ഒരു നന്നായിരുന്നു. വിഷ് all students best of luck. താങ്ക് യു, താങ്ക് യു. ഷാജു, വേറെ ആരോ ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നു. പറയൂ. ആക്ച്വലി ഡിപ്രസ് ആയിരിക്കുന്നവർക്ക് പെട്ടെന്ന് അതിൽ നിന്ന് ഒരു മോചനം വരെ പറ്റിയ ഒരു ക്ലാസ് ആയിരുന്നു. നമ്മൾ ഇരുന്ന് സംസാരിക്കുന്ന ഒരു ക്ലാസ് അല്ലാതെ പെട്ടെന്ന് ഒരു ഹെൽത്തി ആയിട്ട് ലാസ്റ്റ് സെഷൻ വന്ന ഗെയിം ആയിട്ടാണെങ്കിലും ഒരു ഹെൽത്തി ആയിട്ട് പറ്റും. ഞാൻ അധികം ഇങ്ങനെ ബോഡി റൺ ചെയ്യാത്ത ആളാണ്. അപ്പൊ ഞാൻ കുറച്ച് കിതക്കാണ്ടിരിക്കുക വന്നു. സോ നല്ല വളരെ സോ ഹെൽത്തിലി ആൻഡ് മെന്റലി വളരെ ബെറ്റർ ആയിരുന്നു. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ ആക്ഷൻ ടാസ്ക് കൊടുത്താലോ മാം? അതെ, ഇനി ഓക്കെ, നമുക്ക് ഒരു ആക്ഷൻ ടാസ്ക് ഉണ്ട്. അതായത് നമ്മൾ ആരൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തതെന്നുള്ളത് അത് ഒന്ന് അവരവരുടെ മെന്റർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാമോ ഗൗരി മാം? ആക്ഷൻ ടാസ്ക് ഓഫ് ദി ഡേ ഈ ദിവസം ഇതാണ്. ഓക്കെ, വെൽക്കം മീറ്റ് ആയിട്ട് ഇതിൽ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ. അതായത് ഇതിൽ കാണിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ അതായത് മെന്റർക്ക് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതായത് എന്റെ എക്സാമ്പിൾ പറയുന്നുണ്ട് കേട്ടോ. നെയിം, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടും, പ്ലേസ്, സ്ട്രെങ്ത്, ഹോബീസ്, ജോബ് എന്താണ്, അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് പിന്നെ എന്താണ് നിങ്ങളുടെ മെന്റേഴ്സിന് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ടാസ്ക് വരുന്നത്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഒരു പീസ് ഓഫ് പേപ്പറിൽ എഴുതിയിട്ട് മെന്റർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. ഈ PDF മെന്റേഴ്സ് നിങ്ങൾക്ക് അയച്ചു തരും. അതായത് മെന്റേഴ്സ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. അപ്പൊ അത് ഇന്നത്തെ ആക്ഷൻ ടാസ്ക് കൃത്യമായിട്ട് അങ്ങ് ചെയ്ത് മെന്റർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. നമുക്ക് ഓരോ സെഷൻ, നമുക്ക് എല്ലാ സെഷൻ ഇനി വരുന്ന സെഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ സ്ക്രീൻ ഷെയറിംഗ് ഗൗരി മാം. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് നമ്മളൊരു 8ഓളം സെഷൻസ് ഉണ്ടാകും ഓറിയന്റേഷൻ. നമ്മൾ ഈ ഒരു ജനുവരിയിൽ മൊത്തത്തിൽ ഉണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് ഓരോ ദിവസവും നമ്മളെ മെന്റേഴ്സ് നിങ്ങൾക്ക് ലിങ്ക് ഒക്കെ അയച്ചു തരുന്നതായിരിക്കും. ഇനി വരുന്ന സെഷൻസ് ഒക്കെ ഇത്രയും ഈ ഒരു ഇൻഫോർമൽ രീതിക്ക് ഉണ്ടാവില്ല. നമ്മളൊരു കുറച്ചുകൂടി ഫോർമൽ ആയിട്ട് കണ്ടന്റുകൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ സിലബസിൽ എന്തൊക്കെയാണ് വരുന്നത്, എങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ പഠിക്കുന്നുണ്ടാവുക, നിങ്ങളുടെ ടൈം ടേബിളും ആ ഒരു എന്താണ് നിങ്ങളുടെ ലേൺ വൈസിലുള്ള സ്റ്റഡി ജേർണി എങ്ങനെയായിരിക്കും,
അതുപോലെ നിങ്ങളുടെ ഇഗ്നോനെ പറ്റി പലർക്കും യൂണിവേഴ്സിറ്റിനെ പറ്റിയിട്ടൊക്കെ കുറെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഓരോ സെഷനിലും ഉണ്ടാവുക. അപ്പോൾ ഈ സെഷൻ മസ്റ്റ് ആയിട്ട് നിങ്ങൾ വരുന്ന എല്ലാ സെഷനിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഈ സെഷൻ നമ്മൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് സെഷനിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതുണ്ടാവുള്ളൂ. അപ്പൊ നെക്സ്റ്റ് സെഷനിൽ അതെ ഇത് തയ്യാറെടുപ്പാണ്. ഓക്കെ, അപ്പൊ എല്ലാരും നെക്സ്റ്റ് സെഷനിലൊക്കെ എന്തായാലും മസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക. അപ്പോ താങ്ക് യു സോ മച്ച് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്.